നീ 7 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ നിനക്ക് 7 വയസ്സിൻ്റെ ബുദ്ധി ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. നോക്കിയപ്പോൾ എൻ്റെ പേര് നോക്കിയപ്പോൾ പേര് നോട്ട് ഫൗണ്ട് കാണിക്കും. പിന്നെ എനിക്ക് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആരെയും കാണാനേ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ 16 മണിക്കൂർ പഠിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട്. നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയല്ലല്ലോ എയിം ചെയ്യുന്നത്. വലിയ കാര്യവും വളരെ റെയർ ആയിട്ടുള്ള കാര്യവും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ സാറിൻ്റെ സിസ്റ്ററിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ AS അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തോൽവികളെ തോൽപ്പിച്ച ജയനാണ്. ആദ്യത്തെ 4 തവണയും സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി പോലും ജയന് പാസ്സാവാൻ കഴിഞ്ഞിരുന്നില്ല. 5ാമത്തെ തവണയാവട്ടെ IAS 10 മാർക്കിനാണ് നഷ്ടപ്പെട്ടത്. ജയൻ എന്നാൽ തളർന്നില്ല. ആദ്യത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഇന്ന് ജയൻ ഒരു KS ഓഫീസറാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ജയനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ജയൻ. ജയൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ജയൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നാട്, പാരൻസ് എല്ലാവരെയും കുറിച്ച് ഒന്ന് പറയാമോ? മാരീഡാണ്, വൈഫിനെ കുറിച്ച് എല്ലാം ഒന്ന് പറയാമോ? എൻ്റെ നാട് എന്ന് പറയുന്നത് കോട്ടൂരാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊരു 35 കിലോമീറ്ററോളം അകലെയാണ്. അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടൻ, സിസ്റ്റർ, വൈഫ്, ഒരു കുഞ്ഞ്. ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ അമ്മൂമ്മ, അപ്പൂപ്പൻ, അങ്ങനെ അടങ്ങുന്നൊരു കുടുംബമാണ്. പിന്നെ അച്ഛന് കൂലിപ്പണിയായിരുന്നു ജോലി. ഇപ്പോൾ വലുതായിട്ട് ജോലി ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം അച്ഛനിപ്പോൾ അച്ഛൻ്റെ റെസ്പോൺസിബിലിറ്റി സക്സസ് ആയതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡാണ്. പിന്നെ അമ്മ വീട്ടിലാണ്, വേറെ ഒന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞുണ്ട്. പിന്നെ അതാണ് എൻ്റെ ഒരു ഫാമിലി. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കുറച്ച് വളരെ ബുദ്ധിമുട്ടി വളർന്നു വന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള രീതിയിലപ്പുറം കൂടുതലായിട്ടൊന്നും അച്ഛന് സമ്പാദിക്കാനോ അങ്ങനെയുള്ള സാഹചര്യം പറ്റിയില്ല. പക്ഷേ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫുൾ എല്ലാ രീതിയിലും കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റർ ഡോക്ടറായി, ഞാൻ ഇത് KSലേക്ക് വന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ തന്നെ ഒരു ദീർഘവീക്ഷണമാണെന്ന് തോന്നുന്നു. പിന്നെ അച്ഛൻ്റെ കാര്യം എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത്, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം എനിക്ക് എണ്ണാനും ABCD പറയാനും മലയാളത്തിലെ അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടാണ് സ്കൂളിലേക്ക് വിടുന്നത്. കാരണം അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് അച്ഛൻ വനത്തിൽ പോയി വിറകൊക്കെ ശേഖരിച്ച് പുറത്ത് കൊണ്ട് വിറ്റതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് സ്കൂളിൽ പോകുന്നതായിരുന്നു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊണ്ട് കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡെയിലി നാളത്തേക്കുള്ളത് എങ്ങനെ കഴിക്കാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതിനുള്ള സമയവും കിട്ടിയിരുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ മക്കൾ ഒരിക്കലും അതിലേക്ക് വരരുത് എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ ലക്ഷ്യവും. അപ്പോൾ അച്ഛൻ ജോലി ചെയ്തതെല്ലാം ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടം വാങ്ങിച്ചായിരുന്നാലും ഈ ജോലി ചെയ്യുന്ന ആളുടെ നിന്ന് മുൻകൂട്ടി പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം, നമ്മളിപ്പോൾ 1-ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ 5 വയസ്സിലാണല്ലോ 1-ാം ക്ലാസ്. ഇപ്പോൾ എന്നെ 7-ാം വയസ്സിലാണ് 1-ാം ക്ലാസ്സിൽ കൂടെ ചേർത്തത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താണ് എന്നെ 7 വയസ്സ് വരെ? അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം 1, 2 ആയി. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, നീ 7 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ നിനക്ക് 7 വയസ്സിൻ്റെ ബുദ്ധി ഉണ്ടാവും. അപ്പോൾ 5 വയസ്സുള്ള പിള്ളേരാണ് നിങ്ങൾ. അപ്പം നിനക്ക് കൂടുതൽ അതിനകത്തേക്ക് പഠിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ട്. അപ്പോൾ നിനക്ക് കൂടുതലായിട്ട് പഠിക്കാനുമുള്ള കഴിവ് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. അത് വലിയൊരു ദീർഘവീക്ഷണമാണ്. നമ്മളിപ്പോൾ പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ ചിന്തിച്ച അതാണ്, നിനക്ക് നീ 5 വയസ്സുള്ളവരോടൊപ്പം ഇരിക്കുമ്പോൾ നിനക്ക് ആ ഒരു രീതിയിലുള്ള കോൺഫിഡൻസ് കൂടുതൽ കിട്ടും, നിൻ്റെ ഭൗതികമായ വികാസം കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 1-ാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് എല്ലാ അക്ഷരങ്ങളും പഠിപ്പിച്ചിട്ടാണ് 1-ാം ക്ലാസ്സിലേക്ക് വിടുന്നത്. അപ്പോൾ ആദ്യമായി ടീച്ചർ ഇത് പഠിപ്പിക്കുമ്പോൾ, ആദ്യമായി ഉത്തരം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ 2 കാര്യങ്ങളും അച്ഛൻ ദീർഘവീക്ഷണത്തോടെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കാര്യം. ആ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, പിന്നെ ഒരിക്കലും താഴേക്ക് പോകാൻ തോന്നത്തില്ല. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൻ്റെ ആ ഒരു 2 മാസത്തെ അവധി ഫുൾ എനിക്ക് 2-ാം ക്ലാസ്സിലെ പാഠങ്ങളെല്ലാം പഠിപ്പിച്ച് തീർക്കും. എല്ലാ പുസ്തകങ്ങളും പഠിപ്പിച്ച് തീർത്തിട്ടാണ് 2-ാം ക്ലാസ്സിലേക്ക്. അച്ഛൻ 10 വരെ പഠിച്ചു, പക്ഷേ ബാക്കി പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നിട്ടും അച്ഛൻ ചെയ്തെന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ആ വെക്കേഷൻ പഠിപ്പിച്ച് തീർക്കും, 2-ാം ക്ലാസ്സിലെ വെക്കേഷന് ആ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച് തീർക്കും. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ആ ചോദ്യങ്ങൾ ചോദിക്കുകയോ പരീക്ഷ എഴുതുമ്പോഴൊക്കെ നമുക്ക് ആദ്യം ആൻസർ ചെയ്യാനും
അല്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം പറയുമ്പോഴും അപ്രിസിയേഷൻ കിട്ടുക. അപ്പോൾ അതൊക്കെ ആദ്യം ലഭിച്ചപ്പോൾ അതുവഴി ഒരു കോൺഫിഡൻസ് കിട്ടുന്നതും പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു തോന്നലിലേക്ക് വരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തതിലൊരു നല്ല കാര്യം. അപ്രിസിയേഷൻ ആദ്യം മുതൽ കിട്ടി എന്നുള്ളത്, അതാണ് അച്ഛൻ വഹിച്ച ഏറ്റവും വലിയ റോളായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് പിന്നെ ബാക്കി ഇവിടം വരെ എത്താൻ സാധിച്ചെന്ന് തോന്നുന്നു. നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റിസൾട്ട് വന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, നമുക്കത് കിട്ടി എന്നറിഞ്ഞൊരു നിമിഷം. അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കാമോ? പാരൻസിൻ്റെ റിയാക്ഷൻ, വൈഫിൻ്റെ റിയാക്ഷൻ, അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാമോ? അത് ആക്ച്വലി ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതലും ടെൻഷൻ അടിച്ച പ്രഷറിലായ ഒരു നിമിഷമായിരുന്നു. കാരണം ആ വർഷം തന്നെ ഞാൻ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് KASൻ്റെ ഇൻ്റർവ്യൂ. കാരണം രണ്ടും ഞാൻ പാരലായിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 12 എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് KASൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ KASൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പോകുമ്പോൾ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ IAS ആവുമല്ലോ, പിന്നെ KAS എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം 4 തവണ എഴുതിയിട്ട് തോറ്റ പരീക്ഷയാണ്. ആദ്യമായിട്ട് പ്രിലിംസും മെയിൻസും എഴുതി ഇൻ്റർവ്യൂവിനും UPSC ഇൻ്റർവ്യൂവിനും പോയി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് പോകുന്നത്. അപ്പോൾ KASൻ്റെ ഇൻ്റർവ്യൂ നല്ലതായിരുന്നു. പക്ഷേ ഇത് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാസം ഗ്യാപ്പുണ്ടായി. അപ്പോൾ ആദ്യം റിസൾട്ട് വന്നത് സിവിൽ സർവീസിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ 10 മാർക്കിന് എനിക്ക് സിവിൽ സർവീസ് നഷ്ടപ്പെട്ടു. അപ്പോൾ 4 വർഷം കണ്ടിന്യൂസിലായിട്ട് തോറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെയും എഴുതി ഈ നമ്മൾ പാമ്പ് വിഴുങ്ങുന്ന പോലെ 99 എത്തിയിട്ട് വീണ്ടും 0-ലെത്തി. അടുത്തിനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് KASൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഒന്നുകൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇനി തോക്കാൻ വയ്യ, തോറ്റ് പക്ഷേ ഞാൻ തോറ്റ് അത് ആയി. ഓക്കെ, എനിക്ക് ഇനി എവിടെ കിടന്നാലും എണീറ്റ് വരാൻ പറ്റുമെന്നുള്ളൊരു രീതിയിലേക്ക്. അപ്പോൾ സിവിൽ സർവീസ് റിസൾട്ട് വരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോൾ നാളെ റിസൾട്ട് വരുമെന്ന് വെറുതെ ഒരു ഫേക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷം ഇതുപോലൊരു ഫേക്ക് മെസ്സേജ് വന്നിട്ട് ഫേക്കായിട്ട് റിസൾട്ടും വന്നു. അപ്പോൾ ഞാൻ വെച്ച് വെറുതെ ആയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എൻ്റെ പേര് നോക്കിയപ്പോൾ പേര് നോട്ട് ഫൗണ്ട് കാണിക്കുന്നു. പിന്നെ എനിക്ക് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആരെയും കാണാനേ ഒന്നിനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് വന്ന കുറച്ച് ആൾക്കാരെ നോക്കി. അപ്പോൾ ആ വർഷം നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാരെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വെച്ച് ഫേക്ക് റിസൾട്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തപ്പി നോക്കിയിട്ട് എൻ്റെ ആ സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ പാനലുണ്ടായിരുന്ന കുറച്ച് ആളുടെ പേര് നോക്കിയപ്പോൾ 1-2 പേര് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടിയില്ല. ഈ ട്രോമ കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിയുമ്പോഴാണ് KASൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ട് PSC ചെയർമാൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അതുകൂടി താങ്ങാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് രാവിലെ മൊബൈൽ ഓഫ് ചെയ്ത് എല്ലാം ഓഫ് ചെയ്തിട്ട്, ഞാൻ TV ഇത് കണ്ടപ്പോൾ തന്നെ മൊബൈലെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ എവിടെയോ പോയി കളിക്കുക എന്തോ ചെയ്തു, എനിക്കതൊന്നും ഓർമ്മയില്ല. പക്ഷേ കാരണം എനിക്ക് ഫോൺ ഓണാക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നും കൂടെ താങ്ങാനുള്ള ശേഷിയില്ലെന്ന് മനസ്സിലായി. കാരണം ലൈഫിൽ അത്രയും തകർന്നു നിൽക്കുന്ന സമയമായിരുന്നത്. ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം പോയി. അപ്പോൾ റിസൾട്ട് വന്നു, പബ്ലിഷ് ചെയ്തു, വാർത്താ സമ്മേളനം എല്ലാം കഴിഞ്ഞു, കുറേ നേരം കഴിഞ്ഞു. അപ്പോൾ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ ഓണാക്കി നോക്കിയപ്പോൾ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കിട്ടിയോ എന്നായിരിക്കുമല്ലോ സാധാരണ ചോദിക്കുന്നത്, അങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സുലാൽ വിളിച്ചിട്ട് ചേട്ടനെ കിട്ടുന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സുലാൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അടിച്ചടാ മോനെ, ഇത്തവണ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അതൊരു വല്ലാത്ത നിമിഷമാണ്. കാരണം നമ്മൾ ലൈഫിൽ ഞാൻ 4 തവണ തോറ്റു, പ്രിലിംസ് പോലും കിട്ടാതെ തോറ്റു. പിന്നെ മെയിൻസ് എഴുതി ഇൻ്റർവ്യൂ പോയി സിവിൽ സർവീസ് തോറ്റു. അതും കഴിഞ്ഞിട്ട് ഈ തോൽവിയും കൂടെ താങ്ങാനുള്ള ശേഷിയില്ലാതിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും മോശം അവസ്ഥയെ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് ഒരു വെളിച്ചം വരുന്നത് പോലെയായിരുന്നു അതൊരു വല്ലാത്ത. പക്ഷേ ആ സമയത്ത് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ ലൈഫിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അത്രയും നാൾ ഞാൻ സ്പെൻഡ് ചെയ്തതും അതിനുവേണ്ടി കഷ്ടപ്പെട്ടത് എല്ലാത്തിൻ്റെയും റിസൾട്ട് അവിടെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതാണ് KASൻ്റെ ഡേ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. നമ്മൾ ഈ 4 കൊല്ലം തോറ്റ് പ്രിലിംസ് പോലും കിട്ടാതെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ തൊഴിൽ രഹിതനായൊരു യുവാവ്, അതാണ് നമ്മുടെ ടാഗ്. അപ്പോൾ ആ ഒരു 4 വർഷം നമ്മൾ ഒത്തിരി പ്രഷറിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ? എങ്ങനെയാണ് വീണ്ടും ട്രൈ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വന്നത്? അപ്പോൾ ആ സമയത്ത് ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? അതായത് ഫിനാൻഷ്യൽ പരമായിട്ട് ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ ജോലി ചെയ്യുന്നതിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മ അപ്പൂപ്പൻ അവർ എല്ലാവരുടെ കാര്യങ്ങൾ വയസ്സായാണ്, അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ
വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് അന്ന് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ വൈഫ് സപ്പോർട്ട് ചെയ്യും നന്നായിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടുണ്ട് ഷെഫീക്ക്, പുള്ളി സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ബാക്കി ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ 2-3 തവണയൊക്കെ തോക്കുമ്പോൾ മാനസികമായി തകർന്നു പോകും. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തള്ളുന്നതല്ല, കാരണം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എനിക്ക് സമയമില്ല, ആകെ 1 വർഷമേ എനിക്കുള്ളൂ. ഒറ്റ വർഷം കൊണ്ട് IAS ആവണമെന്ന് പറഞ്ഞ് ഞാൻ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ 16 മണിക്കൂർ പഠിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട്. പക്ഷേ അത് എന്ത് പഠിക്കണമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ പഠിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആൾക്കാരാണ് സിവിൽ സർവീസ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അത്രയും പഠിച്ചു. രാത്രി 2 മണി വരെ പഠിച്ചിട്ട് രാവിലെ 6:30 എണീറ്റ് പഠിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു 1 വർഷത്തെ റൊട്ടീൻ. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് വന്ന് തോറ്റു എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും തോന്നുന്നത് എനിക്ക്, പക്ഷേ എൻ്റെ ഹോപ്പ് എന്ന് പറയുന്നത് 1.33 മാർക്കിനാണ് ആദ്യം പ്രിലിംസ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊരു ഹോപ്പാണല്ലോ, അടുത്ത് കിട്ടുമെന്നുള്ളത്. അതായിരുന്നു വീണ്ടും എന്നെ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത്, നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയല്ലല്ലോ എയിം ചെയ്യുന്നത്. വലിയ കാര്യവും വളരെ റെയറായിട്ടുള്ള കാര്യവും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് എയിം ചെയ്യുക, ചെറിയ കാര്യങ്ങളിൽ എയിം ചെയ്ത് എന്തെങ്കിലും ചെറുതിൽ ആയി പോവുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഒരു ആസ്പിറേഷൻ. എപ്പോഴും ഏറ്റവും വലുത് എയിം ചെയ്താൽ എന്തായാലും എൻ്റെ അടുത്തെങ്കിലും എത്താൻ പറ്റും എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഒരു ആസ്പിറേഷൻ. പിന്നെ ഇതിൻ്റെ ഒരു പ്ലാൻ ബി എന്ന നിലയ്ക്ക്, എൻ്റെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കുറച്ച് മോശമായതുകൊണ്ട് പ്ലാൻ ബി എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ പാരലായിട്ട് തന്നെ PSC എക്സാം എഴുതുമായിരുന്നു. സിവിൽ സർവീസ് പഠിക്കും, എല്ലാ PSC എക്സാം എഴുതുമായിരുന്നു. അപ്പോൾ പാരലായിട്ട് എനിക്ക് PSC എക്സാംസിലെല്ലാം അഡ്വൈസ് വരികയും അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതെന്നെ ഒരു രീതിയിൽ എന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്താണ് ലൈഫിൽ സംഭവിക്കുന്നത് അറിയത്തില്ല, പക്ഷേ എപ്പോഴും നമുക്കൊരു പ്ലാൻ ബി ഉണ്ടാവണമെന്ന് എനിക്ക് എപ്പോഴാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഓരോ തവണ പ്രിലിംസ് നോക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ കയ്യിൽ വേറെ ഏതെങ്കിലും ജോലിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് വിചാരിക്കുന്നത് എന്തായാലും ഇത് നഷ്ടപ്പെട്ടാൽ അതുണ്ടല്ലോ, പക്ഷേ അതിലോട് ഒതുങ്ങാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അപ്പോൾ അടുത്ത് വീണ്ടും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് തോന്നിയത്, ഈ കിട്ടുന്ന ജോലിയൊക്കെ ചെറിയ ജോലികളായിരുന്നു, അതിൽ ഒതുങ്ങിപ്പോകുമെന്നുള്ളത് കൊണ്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യണം, വീണ്ടും മാക്സിമത്തിൽ തന്നെ എയിം ചെയ്യണം എന്നുള്ളതാണ് വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ ആ പ്ലാൻ ബി സിവിൽ സർവീസ് കിട്ടുന്നത് വരെയും ഞാനത് കറക്റ്റായിട്ട് കൊണ്ടുപോയി. എല്ലാ എക്സാംസും എഴുതായിരുന്നു. ഒരു 10-12ഓളം ജോലി എനിക്ക് PSCയിൽ കിട്ടി. അത് സിവിൽ സർവീസ് പഠിച്ചതുകൊണ്ടും പ്ലാൻ ബി ആയിട്ട് അത് കൊണ്ടുപോയതുകൊണ്ടാണ് അതെനിക്കൊരു ബാക്കപ്പ് സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നു. കോൺഫിഡൻസ്, അതിന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും അതൊരു കോൺഫിഡൻസ് ആണ്, നമുക്ക് ഇനിയും പറ്റുമെന്നുള്ളത്. പിന്നെ ഈ സമയത്ത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ സിവിൽ സർവീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ ഫോർച്യൂൺ എനിക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള അവസരം തന്നു, പിന്നെ കോളേജിൽ, പിന്നെ അക്കാഡമികളിലൊക്കെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നു. അപ്പോൾ അതെനിക്കൊരു ഇൻകം ജനറേഷനായിട്ട് മാറി. അപ്പോൾ ഒരു ബാക്കിലൊരു സപ്പോർട്ടും കിട്ടി, പിന്നെ ഫാമിലി, പിന്നെ ഫ്രണ്ട്സ്, അവരുടെ ഒരു സപ്പോർട്ട്, പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ലൈഫ് ഒന്നേ ഉള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം എന്തെങ്കിലും അച്ചീവ് ചെയ്യുക, ചെറിയൊരു കാര്യത്തിൽ എയിം ചെയ്യാതിരിക്കുക. അവസരം കഴിഞ്ഞാൽ ഓക്കെ, പക്ഷേ അതുവരെ എയിം ചെയ്യുക, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് അങ്ങനെ ഒരു ആസ്പിറേഷൻ ആയതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് എനിക്ക്. എങ്ങനെയാണ് IAS എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ആദ്യമായി വന്നത്? അതൊരു എത്രാമത്തെ വയസ്സിലാണ് IAS ആകണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു 24-25 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിവിൽ സർവീസ് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് തന്നെ നമ്മൾ TV-യിൽ കാണുന്നതല്ലാതെ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നില്ലല്ലോ. കാരണം ഞാൻ വളരെ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളാണ്. അവിടെ നമുക്ക് കാണാനൊരു എക്സാമ്പിളില്ല. അപ്പോൾ ഞാനിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് എല്ലാം പഠിച്ചത്, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഇത് നേടാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എനിക്കിത് സിവിൽ സർവീസിനെ കുറിച്ച് അപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാൻ ISROയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോഴും അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളും, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് നാട്ടിൽ അറിയാൻ പറ്റുന്ന, വല്ലപ്പോഴും വന്ന് പോകുന്ന ഒരാൾ. അപ്പോൾ ആ ആൾ പേപ്പർ കട്ടിങ്ങൊക്കെ വെച്ച്, സിവിൽ സർവീസിൻ്റെ പേപ്പർ കട്ടിങ്ങൊക്കെ വെച്ച് ശേഖരിച്ച് പഠിക്കുന്നതായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിട്ട്, രതീഷ് എന്നാണ് പേര്. അപ്പോൾ പുള്ളി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അറിവാകെ. അപ്പോൾ ഞാൻ ISROയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, പുള്ളി ഒരു സിവിൽ സർവീസ് എഴുതിയിട്ട് സയൻറ്റിസ്റ്റായിട്ട് വന്ന് ജോയിൻ ചെയ്ത ഒരാൾ. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്, ട്രൈ ചെയ്താൽ പറ്റും, എന്നാലും ട്രൈ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി, നമ്മൾക്ക് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യത്തിലേക്ക് അച്ചീവ് ചെയ്യുക, 2 നമുക്ക് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനത് വലിയ നേട്ടമാവും. കാരണം എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരാളും എനിക്ക് ഗൈഡൻസ് തരാനില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആണ് എന്നെ സിവിൽ സർവീസിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ എങ്ങനെ വരണം എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ അക്കാഡമിയിൽ സ്കോളർഷിപ്പ് എഴുതുന്നു, പിന്നെ ISETSൽ ഞാൻ സ്കോളർഷിപ്പ് എഴുതി, എനിക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അങ്ങനെയാണ് ഞാൻ ISETSൽ സിവിൽ സർവീസിലെത്തുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ പഠിക്കുന്നു. അപ്പോൾ അവിടെ ഫോർച്യൂൺ ആയിരുന്നു ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞു എഴുതിയപ്പോഴാണ് എനിക്ക് സിവിൽ സർവീസ് കിട്ടിയില്ല.
അപ്പോഴാണ് രണ്ടാമത് അവിടെ നിന്നൊരു 2 പേർക്ക് സ്കോളർഷിപ്പ് ഫോർച്യൂൺ നൽകി. അങ്ങനെ ആ സ്കോളർഷിപ്പ് കിട്ടിയ ഒരാളാണ് ഞാൻ, ഒരാൾ ശ്രീധന്യ. അപ്പോൾ ഞങ്ങൾ 2 പേരും സ്കോളർഷിപ്പിൽ ഫോർച്യൂണിലേക്ക് വരുന്നു. അപ്പോഴാണ് റിയൽ കോമ്പറ്റീഷൻ മനസ്സിലാക്കുന്നത്. സിവിൽ സർവീസിലേക്ക് കുറിച്ച് അഗാധമായി ഇറങ്ങുന്നതും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ കോമ്പറ്റീഷൻ എത്രത്തോളം വലുതാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് അതുവഴിയാണ്. പിന്നെ അതിന് ശേഷമുള്ള ഒരു കുറച്ച് 4-5 വർഷത്തെ പ്രയത്നമാണ് പിന്നീട് ഇവിടെ എത്തിച്ചത്. നമ്മളിങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം പിന്തുടരുമ്പോൾ നമ്മളെ പുറകിലോട്ട് വലിക്കാൻ ഒത്തിരി കാരണങ്ങൾ കാണും, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ കാണും. ഇതിനെ എല്ലാത്തിനെയും ജയൻ എങ്ങനെയാണ് ഒന്ന് ടാക്കിൾ ചെയ്തത്? അതായത് ആദ്യം ഒരു 3 തവണ കിട്ടാതെ വന്നപ്പോൾ എനിക്ക് നല്ല പ്രഷറുണ്ടായി. സൊസൈറ്റിയിൽ നിന്ന് പ്രഷറുണ്ടായി, അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് ചെറിയ രീതിയിൽ പ്രഷറുണ്ടായി. പിന്നെ നമുക്ക് തന്നെ പുറത്ത് നിന്ന് എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കി കാണുന്നു. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ജോലി പോകുമ്പോൾ ഞാൻ ഇപ്പോഴും എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും ഒരു ഫംഗ്ഷന് പോകാതായി. കാരണം പോകുമ്പോൾ എപ്പോഴും നീ ഇതുവരെ പഠിച്ച് തീർന്നിട്ടില്ലേ എന്നുള്ള ചോദ്യം കേട്ടത് അടുത്തതുകൊണ്ട് ഞാൻ എല്ലാ രീതിയിലുള്ള ഈ ഫംഗ്ഷൻസ് അവോയ്ഡ് ചെയ്തു. പക്ഷേ എനിക്കൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ജോലിയിൽ ഞാൻ MTech വരെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതങ്ങനെ ചെറിയ ജോലിയിൽ ഒതുങ്ങി കൂടാനല്ല, അതുകൊണ്ട് ലൈഫ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ലായിരുന്നു. കിട്ടുവാണെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും മാക്സിമത്തിലേക്ക് എയിം ചെയ്യുക, അത് നേടാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ തന്നെ പലതവണ, കാരണം നമ്മുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ജോലി കിട്ടി പോകുന്നുണ്ട്. ഞാൻ PSCയിൽ 10-12 ജോലി കിട്ടിയിട്ട് ഒന്നിനും ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നോർമലി തോന്നുമല്ലോ, ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്കും ഫാമിലിക്ക് എല്ലാവരും തോന്നും. കാരണം ഫാമിലി സിറ്റുവേഷൻ വളരെ മോശമാണ്, അച്ഛനൊന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും പറയും, നീ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു ഫാമിലി വെച്ചിട്ട് ഈ ജോലി ഇട്ടിട്ട് എന്താണ് പോകാത്തതെന്ന് ചോദിച്ചു. കുറച്ച് ആൾക്കാർക്കെങ്കിലും മെൻ്റലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ആസ്പിറേഷൻസും എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ, പുറത്തുള്ളവർക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്നെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചത് എൻ്റെ മനസാക്ഷിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ എയിം. അല്ലാതെ ഞാൻ എന്ത് പറഞ്ഞു, ഇപ്പം നല്ലത് ചെയ്താലും മോശം ചെയ്താലും കുറച്ച് നാൾ നല്ലത് പറയും, അത് കഴിഞ്ഞ് ആൾക്കാർ കുറ്റം പറയും. പക്ഷേ നമ്മുടെ മനസാക്ഷിയുണ്ട്, നമ്മൾ ആരോട് എന്ത് കള്ളം പറഞ്ഞാലും ആ മനസാക്ഷിയോട് കള്ളം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ആസ്പിറേഷൻ ഇതാണ്, ഇത് നേടാൻ ഞാൻ ശ്രമിക്കുക. അതിന് എത്ര അവസരമുണ്ടോ അത്രയും അവസരം ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഞാൻ പരിശ്രമിക്കാതെയാണ് എനിക്ക് ലഭിക്കാതെ പോയെന്ന് ഒരിക്കലും കുറ്റബോധം ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു. അങ്ങനെ പക്ഷേ അച്ഛൻ എനിക്കൊരു നല്ല സ്ട്രോങ് ആയിരുന്നു. കാരണം സൊസൈറ്റിയിൽ നിന്ന് അച്ഛൻ, ഇപ്പം സൊസൈറ്റി ഏറ്റവും കൂടുതലും ഫാമിലിയെ ബ്ലെയിം ചെയ്യും. നിങ്ങളുടെ മോൻ ഇത് ജോലി കിട്ടിയിട്ടൊന്നും പോകുന്നില്ലല്ലോ, നിങ്ങളെ ഇപ്പോഴും ജോലിക്ക് വിടാണല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിനക്ക് ശരിയാണ് എന്ന് എന്താണോ നിനക്ക് തോന്നുന്നത് അതാണ് നീ ചെയ്യാനുള്ളത്, സമൂഹം പറയുന്നതല്ല, നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നീ ചെയ്യുക എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അതെനിക്ക് തോന്നിയപ്പോൾ ശരിയാണ്. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയോടാണ് നമ്മൾ പറയുന്നത് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന്. അതായിരുന്നു എൻ്റെ എയിം. എൻ്റെ മനസ്സിലൊരു ആസ്പിറേഷനുണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം കാലം പ്രിപ്പയർ ചെയ്യുക, അതിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ. പക്ഷെ ശ്രമിച്ചു, അതിന് ബലം കിട്ടി. അത് പക്ഷേ കുറച്ച് ഡിലേ ആയി എന്നുള്ളതുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, കാരണം ഇത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണല്ലോ ഇവിടെ എത്താൻ പറ്റിയത്. ജയൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, PSCക്കും UPSCക്കും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തിരുന്നു. ആൻഡ് KSC കിട്ടിയ കൊല്ലം UPSC ഇൻ്റർവ്യൂ വരെ പോയിരുന്നു. അപ്പോൾ നമ്മൾ UPSCയുടെ പരീക്ഷയും KSCൻ്റെ പരീക്ഷയും ഏകദേശം ഒരേ സമയത്തായിരുന്നു മെയിൻസിൻ്റെ. അപ്പോൾ അതെങ്ങനെയാണ്, ആ ബാലൻസ് എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഇതിന് രണ്ടും എങ്ങനെയാണ് ടൈം ഡിവോട്ട് ചെയ്ത്, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ആ സമയത്ത് കുറച്ച് ഡിലമ ഉണ്ടായിരുന്നു. അത് ടു ബി ഫ്രാങ്ക് അത് കറക്റ്റായിരുന്നു. കാരണം 3-4 തവണ പ്രിലിംസ് കിട്ടാതിരിക്കുന്ന ഒരാൾ ആദ്യമായി സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് കിട്ടുന്ന സമയം, അതേ സമയത്ത് KS വിളിക്കുന്നു. അപ്പോൾ ഒരു ഡിലമ ഉണ്ടാവും. ആദ്യമായി 4 വർഷം പ്രിപ്പയർ ചെയ്ത ഒരു എക്സാം, ഒരു എൻട്രി കിട്ടി, അതിന് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണമോ, ഒരു ഐഡിയയും ഇല്ലാതെ ഒരു പുതിയതായിട്ടൊരു KS എന്നൊരു സർവീസ് വരുന്നു, അതിലേക്ക് പ്രിപ്പയർ ചെയ്യണമെന്നൊരു ഡിലമ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും പഠിച്ച ലൈഫ് ലേണിംഗ് വെച്ചിട്ട് ലൈഫിൻ്റെ 2 വശങ്ങളും കണ്ടതാണ്. സക്സസ് ആവാൻ എന്തൊക്കെ ചെയ്താലും സക്സസ് ആവാം, ഫെയിൽ ആവാം, അത് രണ്ടും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് രണ്ടിനും സ്ട്രാറ്റജി ഉണ്ടാക്കുക. സക്സസ് ആയിക്കഴിഞ്ഞാൽ നല്ലത്, ഇനി ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എന്താണ് പ്ലാൻ B. സോ എപ്പോഴും ഞാൻ ആ ഒരു രീതിയും കൂടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫാമിലി, നമുക്ക് ലൈഫ് എന്തായാലും മുമ്പോട്ട് പോകണമല്ലോ, ലൈഫ് അൺസർട്ടൺ ആണ്. ഇപ്പോൾ ഇൻ കേസ് സിവിൽ സർവീസ് ഞാൻ പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് KSൻ്റെയും സിവിൽ സർവീസിൻ്റെയും സിലബസ് നോക്കിയപ്പോൾ രണ്ടും സെയിം ആണ്. കാരണം സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് സിലബസ് എടുത്തിട്ട് 3 പേപ്പറുകൾ ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ്. അതിനകത്ത് ആകെ അഡീഷണലായിട്ട് വന്നത് കേരളത്തിൻ്റെ ഫാക്ടേഴ്സ്, അതായത് കേരളത്തിനെ കുറിച്ച് പഠിക്കുക, കേരളത്തിൻ്റെ ഇക്കോണമി പഠിക്കുക, കേരളത്തിൻ്റെ ജോഗ്രഫി പഠിക്കുക, കേരളത്തിൻ്റെ ഹിസ്റ്ററി പഠിക്കുക, കൾച്ചർ പഠിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേരള ബേസിക് ടോപ്പിക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അപ്പോൾ എനിക്ക് അന്ന് തോന്നിയതാണ്, ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നു, അന്ന് ഫുൾ കൺഫ്യൂഷനാണ്. എന്നാലും എനിക്ക് തോന്നിയത് കേരളത്തിൻ്റെ ഫാക്ട്സ്, അതായത് കേരളവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട സിലബസിലുള്ള പോർഷൻസ് ആദ്യം പഠിച്ച് അതിനെ ഷോർട്ട് നോട്ടാക്കി വച്ച് കഴിഞ്ഞാൽ
എനിക്ക് സിവിൽ സർവീസ് പഠിച്ചാൽ മതി, കാരണം രണ്ടും സെയിമാണ്. അപ്പോൾ എനിക്ക് സിവിൽ സർവീസ് പഠിക്കാനും കഴിയും, സിവിൽ സർവീസ് കഴിഞ്ഞിട്ട് KS എഴുതാനും പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് കേരളത്തിൻ്റെ ഇക്കണോമി, ജോഗ്രഫി, ഹിസ്റ്ററി, കേരളത്തിൻ്റെ കൾച്ചർ അതെല്ലാം ഞാൻ പഠിച്ചിട്ട് വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ആദ്യം തയ്യാറാക്കി വെച്ചു. അപ്പോൾ അതിനാണ് ഞാൻ കോൺഫിഡൻ്റ് ആയി, കാരണം കേരളത്തിൻ്റെ പോർഷൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അത് സെപ്പറേറ്റ് ആക്കി ഞാൻ ഷോർട്ട് നോട്ടാക്കി സേഫാക്കി വെച്ചതുകൊണ്ട് ബാക്കി സിവിൽ സർവീസിൻ്റെ മെയിൻസ് പ്രിപ്പയർ ചെയ്തു. അത് രണ്ടും സെയിം സിലബസാണ്, അതുകൊണ്ട് തന്നെ അത് വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെയിൻസ് പ്രിപ്പയർ ചെയ്തു, മെയിൻസ് എഴുതി. അത് കഴിഞ്ഞ സമയത്ത് KSൻ്റെ മെയിൻസ് വന്നു. ആ സമയത്ത് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഷോർട്ട് നോട്ട് പഠിച്ചപ്പോൾ എനിക്ക് കേരളത്തിൻ്റെ ഫാക്ട് കിട്ടി. ബാക്കി സിവിൽ സർവീസിൻ്റെ മെയിൻസ് എഴുതിയതുകൊണ്ട് ബാക്കിയും പഠിക്കാൻ പറ്റി. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി, അങ്ങനെ എനിക്ക് സർവീസിൽ വരാൻ പറ്റി. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്, ഞാൻ അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ സിവിൽ സർവീസും കിട്ടത്തില്ല, KSും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയത്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാരണം നമ്മൾ ഇതുവരെയും കാണാത്തൊരു പുതിയ ടോപ്പിക്കാണല്ലോ വരുന്നത്. അപ്പോൾ PSC പഠിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. കേരള ജോഗ്രഫിയെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും റിനൈസൻസിനെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു. അപ്പോൾ അതല്ലാതെ KSലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ സിവിൽ സർവീസ് പഠിക്കുമ്പോൾ എക്കണോമിക് റിവ്യൂ ഒക്കെ പഠിക്കാറുണ്ടോ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡ് റിവ്യൂ ഇറക്കുന്നുണ്ട്. ആ എക്കണോമിക് റിവ്യൂ നമ്മൾ പഠിക്കണം എന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലായി. കാരണം അതിനകത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഫുൾ കാര്യങ്ങളും, കേരളം എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു, ഇപ്പോൾ എങ്ങനെ നടക്കുന്നു, എന്താണ് അവസ്ഥ എന്നുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇക്കോണമി പഠിക്കാം. കേരളത്തിൻ്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ കൾച്ചറിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൽ നോക്കി, അതെനിക്ക് അന്ന് തോന്നിയൊരു ഐഡിയ ആണ്, അതിൽ നോക്കി ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ അതുപോലെ വന്നു. കാരണം ഞങ്ങൾ KS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആനന്ദ് ജസ്റ്റിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആനന്ദ് ജസ്റ്റിൻ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഞാനും ആനന്ദ് ജസ്റ്റിനൊക്കെ കൂടുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ KS പഠിച്ചത്. ആനന്ദ് ഇപ്പോൾ ഫോറസ്റ്റ് സർവീസ് കിട്ടി. അപ്പോൾ ആനന്ദ് ലോങ് ആയിട്ട് നമ്മുടെ ആ വിജയം കുറേ നാളായിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയ ആളാണ്. അപ്പോൾ ആനന്ദ് ഞാനും ആ സമയത്ത് ഒരു സമയത്ത് തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്നു, ഒരു സമയത്ത് തന്നെ KS എഴുതുന്നു. അപ്പോൾ ആനന്ദ് ആ സമയത്ത് നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്തു. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മെൻറ്റർഷിപ്പും കിട്ടി. അപ്പോൾ ആനന്ദ് ഞങ്ങളെല്ലാം ചേർന്ന ഗ്രൂപ്പ് ഈ ഒരു രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റും പിന്നെ എക്കണോമിക് റിവ്യൂ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ഡെയിലി ആൻസർ റൈറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഡെയിലി ആൻസർ എഴുതിയിട്ട് ആനന്ദ് തന്നെ ഇരുന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ചെയ്തുകൊണ്ട് ആണ് KS കൂടി നേടാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ KSന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിലിംസിനായാലും മെയിൻസിനായാലും അത് UPSC ടൈപ്പാണോ PSC ടൈപ്പാണോ അതോ ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലായിട്ടാണ് വരിക? ജയൻ്റെ അഭിപ്രായം എന്താണ്? കുറച്ച് നാൾ മുമ്പ് ഞാനിപ്പോൾ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് PSC പഠിക്കുമ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമുക്ക് കാണാതെ പഠിച്ചിട്ട് എഴുതാം. പക്ഷേ ഇപ്പോൾ PSC തന്നെ അവരുടെ പാറ്റേൺ മാറ്റി, എല്ലാം UPSC രീതിയിലേക്ക് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ മാറ്റി. അപ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ UPSC പഠിക്കുന്നവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ PSC പഠിക്കുന്നവർ ആ രീതിയിലേക്ക് മാറിയതുകൊണ്ട് അവർക്ക് ഈസിയായിട്ട് UPSC പഠിക്കാൻ പറ്റും, KS എഴുതാൻ പറ്റും. അപ്പോൾ PSC പഠിക്കുന്നവരാണെങ്കിലും UPSC പഠിക്കുന്നവരാണെങ്കിലും ഓൾറെഡി PSC ആ പാറ്റേൺ UPSC രീതിയിലേക്ക് മാറ്റിയതുകൊണ്ട് ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിൽ അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ടാണ് പല സമയത്തും കുറച്ച് മുമ്പ് UPSC പഠിക്കുന്നവർക്ക് പെട്ടെന്ന് സർവീസ് KSൽ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റൊക്കെ ഈസിയായിട്ട് കിട്ടുന്നതിന് കാരണം ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ PSC മാറ്റി. അപ്പോൾ ആ രീതിയിൽ ഈസി ആയിട്ട് UPSCക്കാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. PSC പഠിച്ചവർ ആ രീതിയിലേക്ക് അഡാപ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഏകദേശം UPSC മോഡലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കാനുള്ള കാര്യം കാണാതെ പഠിക്കുക എന്നതിലുപരി അത് മനസ്സിലാക്കുക, എന്തിനാണ് ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അനലൈസിസ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് രണ്ടും എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ KS കിട്ടിക്കഴിഞ്ഞ് ഫസ്റ്റ് നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് അല്ലേ? ഒരു 1.5 വർഷത്തോളമുള്ള ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആസ് എൻ ഓഫീസർ? ട്രെയിനിങ് നമ്മളിപ്പോൾ സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് അറിയാമല്ലോ, അവരുടെ AISൻ്റെ ട്രെയിനിങ് പോലെ. അപ്പോൾ അതുപോലത്തെ രീതിയിലുള്ള സ്ട്രക്ചേർഡാണ് നമ്മളുടെയും KSൻ്റെയും ട്രെയിനിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ 1.5 വർഷത്തോളമുള്ള നീണ്ട ഒരു ട്രെയിനിങ് ആണ്. അതിനകത്ത് കുറേ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 മാസം നമുക്ക് ഫൗണ്ടേഷൻ ട്രെയിനിങ് ആണ്. നമ്മൾ നോർമലി പഠിക്കുന്ന ഹിസ്റ്ററി, പൊളിറ്റി എല്ലാം പഠിപ്പിക്കും. പിന്നെ കേരളത്തിൻ്റെ എക്കണോമി, കേരളത്തിൻ്റെ ജോഗ്രഫി, കേരളത്തിൻ്റെ ഹിസ്റ്ററി, കേരളം എങ്ങനെ ഇവോൾവ് ചെയ്തു, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണല്ലോ. അപ്പോൾ കേരളം എങ്ങനെ ഇവോൾവ് ചെയ്തു, കേരളത്തിൻ്റെ ഹിസ്റ്ററി എങ്ങനെ വന്നു, ഇവിടെ എങ്ങനെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായി, ആ ഒരു ഇവോൾവ് ചെയ്ത കാര്യങ്ങൾ തുടങ്ങി പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അതുവഴി പഠിക്കുന്നതാണ് ഫൗണ്ടേഷൻ
ട്രെയിനിങ് എന്ന് പറയുന്നത്. അതൊരു 3 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കുള്ളത് റെഗുലേറ്ററി അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനാണ്. റെഗുലേറ്ററി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ KASലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ റവന്യൂവിൻ്റെ എല്ലാ നിയമങ്ങളും പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ആണെങ്കിൽ RDO, സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നീ പോസ്റ്റുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് CRPC പ്രൊവിഷൻ അതറിയണം, IPC അറിയണം. അപ്പോൾ ആ രീതിയിൽ CRPC, IPC പഠിപ്പിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും പഠിപ്പിക്കുന്നതാണ് റെഗുലേറ്ററി അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, പുതിയ ഡെവലപ്മെൻറ്റ് നടന്ന പ്രോജക്റ്റുകളെക്കുറിച്ച്, എങ്ങനെയാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് ഡെവലപ്മെൻറ്റിൽ ആസ്പെക്റ്റ് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ, അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയായിരുന്നു ബേസിക് തിയറി ക്ലാസ്സുകൾ. അതല്ലാതെ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 1 മാസത്തോളം കേരള ദർശൻ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് മൊഡ്യൂളുണ്ട്. അതിനകത്ത് നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വിസിറ്റ് ചെയ്യും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്. വൺസ് നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്യൂബർ ക്രോപ്സ് റിസർച്ച് സെൻറ്ററിലൊക്കെ നമ്മൾ പോയി, നമ്മളിപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരെ എങ്ങനെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാം. അത്തരം കാര്യങ്ങൾ കിട്ടുന്നത് ഞാനിപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞതുകൊണ്ട് എനിക്കത് ഈസിയായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നിഫിക്കൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ എങ്ങനെ നമ്മളെ ഡെവലപ്മെൻറ്റൽ അഡ്മിനിസ്ട്രേഷനകത്തേക്ക് ഉൾപ്പെടുത്താം, അങ്ങനെയുള്ള കാര്യമായിരുന്നു കേരള ദർശൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാരത ദർശൻ ഒരു മാസം ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമുക്ക് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ചൂസ് ചെയ്യാം. അവിടെയും ഇതുപോലെ നമുക്ക് അവരുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ സെൻറ്റർ ഉണ്ടാവും. അവിടെ നമുക്ക് ട്രെയിനിങ്, അവിടുത്തെ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ടാവും, അവരുടെ ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നോർത്തിലാണ് പോയത്, അവിടെ പഞ്ചാബ്, ഹരിയാന ആ റീജിയനിലുള്ള വാട്ടർ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള അവരുടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നു. കേരളം എങ്ങനെയാണ് ഡിഫറൻ്റ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത് പോവുകയാണല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. UPയിലും പഞ്ചാബിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് എങ്ങനെയാണ് കേരളം ഡിഫറൻ്റ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതിനും അവിടുത്തെ ഡെവലപ്മെൻറ്റും നമ്മുടെ ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരത് ദർശൻ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പോലീസ് ട്രെയിനിങ് ഉണ്ടാവും. കേരള പോലീസ് അക്കാഡമിയിൽ വെച്ചിട്ട് പോലീസ് ട്രെയിനിങ്, അവിടെ ഇൻക്വസ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, അത്തരം കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ RDOയും ADM ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഇൻക്വസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും, അതുമായിട്ട് എങ്ങനെ ചെയ്യണം, പിന്നെ ഫയറിംഗ് ഓർഡറൊക്കെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഏത് സാഹചര്യം ചെയ്യണം. അപ്പോൾ അതിൻ്റെ മോക്ക് ഡ്രില്ലുകൾ ആ ഒരു ഏരിയ പഠിപ്പിക്കുക. പിന്നെ ഫോറൻസിക് പഠിപ്പിക്കുക, ഫോറൻസിക് സയൻസ്, ആ രീതിയിലുള്ള പോലീസ് ട്രെയിനിങ് ഉണ്ടാവും. ഇതല്ലാതെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ അറ്റാച്ച്മെൻറ്റും കളക്ട്രേറ്റ് അറ്റാച്ച്മെൻറ്റും ഉണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ എൻറിച്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം. അപ്പോൾ കളക്ട്രേറ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ജില്ലാ കളക്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ജില്ലാ കളക്ടറേറ്റും അറ്റാച്ച് ചെയ്യും. അപ്പം ജില്ലാ കളക്ടർ നമുക്ക് കുറേ പ്രോജക്റ്റുകളിൽ അസിസ്റ്റ് ചെയ്യാനും ആ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെല്ലാം അവസരം തരും. അപ്പോൾ അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ പഠിച്ചിട്ട് നമ്മൾ പ്രൊപ്പോസലായിട്ട് തയ്യാറാക്കി നൽകുക, അതിലേക്ക് ഇൻ്റർവെൻഷൻ കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മുടെ കളക്ടറേറ്റ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ജില്ലാ ഓഫീസുകളിലുമായിട്ടും അവിടെ നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നൊക്കെ പഠിക്കാനും എല്ലാം പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഷെഡ്യൂളുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പ്രൈമറി എന്ന നിലയ്ക്ക് നമുക്കൊരു പ്രിലിമിനറി എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സഹകരണ വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ വിജിലൻസ് എന്ന ഉത്തരമേഖലയുടെ ഹെഡാണ് വിജിലൻസിൻ്റെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ജോലി നടക്കുന്നതെന്ന് ഓൾറെഡി നമ്മൾ ട്രെയിനിങ് സമയത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ അണ്ടർ സെക്രട്ടറി എന്താണെന്ന് പറയുന്നത്, അണ്ടർ സെക്രട്ടറി പോസ്റ്റിലേക്ക് നമ്മൾ അവിടെ പോയിട്ട് പഠിക്കും. വില്ലേജ് ഓഫീസിൽ അറ്റാച്ച് ചെയ്യും, ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസിൽ അറ്റാച്ച് ചെയ്യും, പിന്നെ സോഷ്യൽ ജസ്റ്റിസിൽ, അങ്ങനെ എല്ലാ GST കമ്മീഷണറേറ്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അറ്റാച്ച് ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്ന അവരുടെ റെഗുലേഷൻസും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റാച്ച്മെൻറ്റ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പുതിയൊരു സർവീസ് നമ്മൾ രൂപപ്പെടുത്തിയപ്പോൾ അത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണല്ലോ അത് സൃഷ്ടിച്ചത്. അപ്പോൾ KS ഓഫീസേഴ്സിന് എത്രത്തോളം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു പുഷ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ജയൻ്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് 1950 കാലങ്ങൾ മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ വന്ന സമയത്ത് മുതലുള്ള റെക്കമെൻഡേഷനാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS പോലെ കൊണ്ടുവരിക എന്നുള്ളത്. പല സംസ്ഥാനത്ത് അത് നേരത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പല കാരണങ്ങളാൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ തമിഴ്നാട് പോയി ഇതേ സർവീസ് എക്സാം എഴുതി, പ്രിലിംസ് എഴുതി, മെയിൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്കൊരു സർവീസ് ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് KS വരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് തോന്നിയൊരു കാര്യം, നമ്മളിപ്പോൾ തിരുവനന്തപുരം എന്ന് തന്നെ അല്ലെങ്കിൽ കേരളം തന്നെ എടുക്കുക. കേരളത്തിൽ സിവിൽ സർവീസിന് വേണ്ടി ആസ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ടാലൻറ്റിൽ ഒരു വിഭാഗം പുറത്തേക്ക് പോകുന്നുണ്ട്, കുറച്ച് വിഭാഗം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്.
അതാണ് നമ്മുടെ ഒരു വലിയ വിഭാഗമുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സിൽ ഒരു പരിധി വരെ സിവിൽ സർവീസിൽ സക്സസ് ആവുന്നുണ്ട്. അത് വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നവർ നോർമലി എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഒന്നുകിൽ അവർ മറ്റ് സെക്ടറിലേക്ക് പോകും, പ്രൈവറ്റ് ഫേമിലേക്ക് പോകും, അല്ലെങ്കിൽ PSCകളിൽ ഏതെങ്കിലും ജോലി കിട്ടി അതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് KS വരുന്നത്. അപ്പോൾ ഞാൻ അതിനെ കാണുന്നത് സിവിൽ സർവീസ് കിട്ടാതെ 5 മാർക്കിനും 10 മാർക്കിനും സർവീസ് പോകുക എന്ന് പറയുന്നത് അവർ ഈക്വലി ടാലൻറ്റഡ് ആണ്, അവർ അത്രയും എൻറിച്ച്ഡ് ആണ്. അവരുടെ ടാലൻറ്റ് വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൊസൈറ്റിക്ക് അത് നഷ്ടപ്പെട്ടു പോയിരുന്നില്ലേ. പക്ഷേ KS വന്നതോടുകൂടി, ഇപ്പം നമ്മുടെ KS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KS വന്നതോടുകൂടി അങ്ങനെ സിവിൽ സർവീസിലേക്ക് പോകേണ്ട ആൾക്കാരെ എല്ലാം KSലേക്ക് നമ്മുടെ സൊസൈറ്റി ഇത് ഇൻടേക്ക് ചെയ്തു, നമ്മുടെ ഗവൺമെൻറ് ഇൻടേക്ക് ചെയ്തിരിക്കുകയാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് IAS ആയാലും KS ആയാലും ആ റിസോഴ്സും ആ ടാലൻറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റി, അത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് KSൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും അത് കിട്ടിയില്ലെങ്കിൽ KSലേക്ക് വരാം. 8 വർഷം കഴിയുമ്പോൾ കേരള കേഡർ IAS ആവും. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, ഒരു പടി മുകളിൽ നമ്മളെ ഡെവലപ്പ് ചെയ്ത സൊസൈറ്റിക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരവസരം ഗവൺമെൻറ്റായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. ഞാൻ സിവിൽ സർവീസ് കിട്ടി, ഇൻ്റർവ്യൂവിന് പോയി, 10 മാർക്ക് സർവീസ് പോയി, KS ഇല്ല എന്ന് വിചാരിക്കുക, ഞാൻ സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ട് അവിടെ പോയിരിക്കും. അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായിട്ടോ, ഇപ്പോൾ എനിക്ക് SI എക്സൈസ് അതൊക്കെ കിട്ടി, പോലീസ് ഓഫീസറായിട്ടോ ക്ലർക്കായിട്ടോ ഞാൻ പോയിരിക്കും. പക്ഷേ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. ആ ഒരു അവസരം അവിടെ ലിമിറ്റ് ചെയ്യപ്പെട്ടു. അവർക്ക് അവരുടെ രീതിയിൽ ചെയ്യാം, പക്ഷേ അതിന് ലിമിറ്റേഷനുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പൂൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ സൊസൈറ്റിയിലേക്ക്, സൊസൈറ്റിയെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KSന് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് KSൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ആസ് എ KS ഓഫീസർ എന്ന നിലയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണല്ലോ മെയിൻ. എനിക്ക് വലിയ കാര്യങ്ങളിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിൽ ഞാൻ കളക്ടറേറ്റ് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന സമയത്ത്, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് അറ്റാച്ച് ചെയ്ത സമയത്ത് ജയനപ്പോൾ KS ആയിട്ട് നടത്തിയ ഇൻ്റർവെൻഷൻസ്, അതായത് ഇപ്പം നാട്ടിലേക്ക് വേണ്ടിയോ അതോ അല്ലെങ്കിൽ ജനറലി ഓവറോളോ അങ്ങനെ നടത്തിയ മേജർ ഇൻ്റർവെൻഷൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ പോസ്റ്റിംഗ് ആയിട്ട് ഏകദേശം 1.5 വർഷത്തോളം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ സാധാരണ അങ്ങനെ 1.5 വർഷത്തിനിടയിൽ ഇങ്ങനെ വലിയ അവസരം കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ചിലപ്പോൾ കിട്ടണമെന്നില്ല, പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കങ്ങനെ 2-3 അവസരങ്ങൾ ഭാഗ്യം കൊണ്ട് കിട്ടി. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച അത് ബൈ ചാൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഡിസ്ട്രിക്ട് കളക്ടർ അറ്റാച്ച്മെൻറ്റിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഓരോ പ്രോജക്റ്റ് തരും. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് ഒരു ഇഷ്യൂ പഠിച്ചതിന് ശേഷം ആ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കൊടുക്കുക, ആ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് ചിന്തിക്കുക. അപ്പോൾ ഞങ്ങളുടെ ടീം, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ ആ ട്രൈബൽ സെറ്റിൽമെൻറ്റിനാണ് ഞങ്ങൾ ഗ്രൂപ്പ് വിഷയമായി എടുത്തത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതൊരു റിമോട്ട് സ്ഥലമാണ്. അവിടെ വാഹന സൗകര്യം ഒരു 10 കിലോമീറ്റർ ഉള്ളവരേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ടോട്ടൽ ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക് 107 കുടുംബങ്ങളുള്ള ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ബസ് സർവീസ് ഇല്ല, കുറച്ച് റഫായിട്ടുള്ള ടെറൈനാണ്, ജീപ്പ് സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീപ്പ് സർവീസ് എന്ന് പറഞ്ഞാൽ ഹൈലി നമ്മൾ ഇവിടുത്തെ പോലെ അല്ല, നല്ല പൈസ വാങ്ങിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യണം എന്നില്ല. പിന്നെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അവർക്ക് മുമ്പിലേക്ക് വരാൻ പറ്റും, അവർക്ക് എങ്ങനെ പഠിക്കാൻ പോകാൻ പറ്റും, അങ്ങനെയുള്ള ബേസിക് ഫെസിലിറ്റീസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയി പഠിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, അവിടെ ഒരു പാലമുണ്ട്, ചെറിയൊരു പാലമാണ്. ആ പാലത്തിൽ ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. ആ പാലം വൈഡാക്കി കഴിഞ്ഞാൽ ആ പാലത്തിലൂടെ ബസ് പോകും. റോഡ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ആ ബസ്സിന് അവിടെ എത്താൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ആൾക്കാർക്ക് വരുന്നതിനും പോകുന്നതിനും കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാനും സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് പയന്തിപ്പാലം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അത് സ്റ്റഡി നടത്തി, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് പ്രശ്നം എന്നെല്ലാം സ്റ്റഡി നടത്തി നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിന് നമ്മൾ പ്രൊപ്പോസലായിട്ട് കൊടുത്തു. അപ്പോൾ ST ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ച് അവിടെ കോർപ്പസ് ഫണ്ടുണ്ട്, ആ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടറിന് കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയപ്പോൾ ആ പാലം വലുതായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കൊടുത്ത ഒരു കാര്യം അത് വലുതായി, അത് നമ്മളെ നാട്ടിൽ അങ്ങനെ ചെയ്തപ്പോൾ നമുക്കൊന്നും വേണ്ട, ഒരു പേഴ്സണൽ ഒരു ഫീൽ തോന്നത്തില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ അതെനിക്ക് കിട്ടിയെന്നുള്ളത്. അത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് ആ അവസരം കിട്ടണമെന്നില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിങ് സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റി, എനിക്കൊരു പേഴ്സണലി നല്ല ഫീൽ കിട്ടി, നമ്മുടെ നാട്ടിന് എന്തെങ്കിലും വേണ്ടി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവരുടെ ഒന്നുമില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി. അതുപോലെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എല്ലാ കേസുകാരെയും ഞാൻ മാക്സിമം പറ്റും നമ്മളൊരു വലിയൊരു ഗ്രൂപ്പിനെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുന്നതിനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ടപ്പോൾ
എനിക്ക് വലിയ ഹാപ്പിനെസ് തോന്നി. അതാണ് ഞാൻ ട്രെയിനിങ്ങിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു അവസരം. പക്ഷേ ഞാൻ ആസ് എ കേസ് ഓഫീസർ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഉത്തരമേഖല ഡെപ്യൂട്ടി രജിസ്ട്രാർ അതായത് സഹകരണ വിജിലൻസിൻ്റെ ഉത്തരമേഖല ഹെഡാണ്. അപ്പോൾ അവിടെ വിജിലൻസ് സഹകരണ സംഘങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തുക, അതായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ അതിലുപരി ഒരു സ്റ്റേറ്റ്, അത് കേരളത്തിൻ്റെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ചാർജുകൾ, അഡീഷണൽ ചാർജ് എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് നൽകുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സഹകരണ മേഖലയിലെ പരിശോധനകൾ മാനുവലായിരുന്നു. അപ്പോൾ മാനുവലായിരുന്ന പരിശോധനകളെ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് ഒരു സമ്പൂർണ്ണമായ ഒരു ഓൺലൈൻ പരിശോധനാ സംവിധാനം 7-ാം തീയതി ലോഞ്ച് ചെയ്തു. അത് 4 മാസം കൊണ്ട് ഞാൻ അതിനകത്ത് മാക്സിമം എഫേർട്ട് എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിൽ നല്ല ഫീഡ്ബാക്ക് വന്നു. കാരണം ഉദ്യോഗസ്ഥർക്കെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. നേരത്തെ അവർ ഇൻസ്പെക്ഷൻ നടത്തി 5 ദിവസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി നോട്ടീസ് അയച്ച ആ ഒരു ഡിലേ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ചെയ്യാൻ പറ്റി. അതെന്ന് പറയുന്നത് ഒരു മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സംഘത്തിൽ പോകാം. 20 മീറ്റർ നമ്മൾ ഫെൻസ് ചെയ്തിട്ടുണ്ട്. സോ സംഘത്തിലെത്തിയാൽ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വിശദമായി പരിശോധിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ടൈമായിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ആയും അത് ഹയർ ഒഫീഷ്യൽസിലേക്ക് പോകും. അവരൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവ് ആവും. അപ്രൂവ് ചെയ്യുന്ന സമയത്ത് നോട്ടീസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ആ നോട്ടീസ് കൺസെൻറ്റ് സംഘത്തിലേക്ക് അപ്പോൾ തന്നെ റിയൽ ടൈമായിട്ട് പോകും. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് സംഘത്തിന് നൽകിയിട്ടുണ്ട്. സംഘം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ നോട്ടീസ്, ഈ വകുപ്പിൻ്റെ മറ്റു നിർദ്ദേശങ്ങൾ, സർക്കുലേഴ്സ്, ഈ പറയുന്ന എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ കിട്ടും. അങ്ങനെ ഫുള്ളി സമ്പൂർണ്ണമായ ഒരു ഓൺലൈൻ പരിശോധന സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ അതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന എൻ്റെ ടീം ലീഡായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് പേഴ്സണലി അത് ഭയങ്കര, കാരണം ഇത്ര വളരെ ഷോർട്ട് ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് അത് ചെയ്യാൻ പറ്റി. അപ്പോൾ കേസ് ആയതുകൊണ്ടാണല്ലോ അത് കിട്ടിയത്. കേസ് ഉള്ളത് കൊണ്ടും കേസിലെ സർവീസിലേക്ക് വന്നതുകൊണ്ടും ആ ട്രസ്റ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മളെ ഏൽപ്പിച്ചു, അത് ചെയ്യാൻ പറ്റി. അത് സഹകരണ മേഖലയ്ക്കും നമ്മുടെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രതിസന്ധിയിലേക്ക് ഇനി സംഘങ്ങളെ പോകുന്നത് തടയാൻ പറ്റുന്നതും നമുക്ക് ഇഷ്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്ത് നിലനിർത്താൻ കഴിയും. കാരണം സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും താങ്ങി നിർത്തുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അത് നല്ലൊരു, അത് ഡെഫിനറ്റ്ലി ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ യങ് KS ഓഫീസേഴ്സിന് കൊണ്ടുവരുമ്പം പുതിയ ഐഡിയാസ്, അതുപോലെ ടെക്നോളജിയുടെ കൂടുതൽ അഡോപ്ഷൻ അത് പോസിബിൾ ആവും അല്ലേ? അതിപ്പോൾ നമ്മുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ടെക്നോളജിക്കലി AI ടൂൾസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ കേസ് 104 പേരുണ്ട്. 104 പേരാണെങ്കിലും ഓരോ ആൾക്കാർക്കുള്ള കഴിവുകൾ ഷെയർ ചെയ്യും, പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നമ്മൾ തന്നെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ AI ടൂൾസിനെ കുറിച്ച് തന്നെ ക്ലാസ്സുകൾ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് എല്ലാവരെയും ടെക്നോളജിക്കലി എക്വിപ്ഡ് ആക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണ് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്നോളജിക്കലി, അതിപ്പോൾ ഏജ് അല്ലാതെ തന്നെ KS ഓഫീസേഴ്സ് എല്ലാവരും ടെക്നോളജിക്കലി പെട്ടെന്ന് അഡോപ്റ്റഡായി പുതിയ ടെക്നോളജീസ് AI ടൂൾസ് എല്ലാം പഠിച്ച് അങ്ങനെ അതൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. നല്ലൊരു ഗ്രൂപ്പാണ് നമുക്ക് ഉള്ളത്. ജയന് ഫോർച്യൂണുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട് അല്ലേ? ഒത്തിരി വർഷമായിട്ടുള്ള ബന്ധമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? അതുപോലെ ഇവിടുത്തെ ഒരു ഏറ്റവും മെമ്മറബിൾ മൊമെൻറ്റ്, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഞാനിപ്പോൾ KS ആകുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം ഫോർച്യൂൺ IAS അക്കാഡമിയാണ്. കാരണം ഞാൻ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടി വന്നു, പഠിച്ചു. പക്ഷെ അവിടെ നിന്ന് ഒരു UPSC എന്ന് പറയുന്ന പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സിവിൽ സർവീസിൻ്റെ മെയിൻ ഒരു മേഖലയിലേക്ക് എന്നെ എത്തിച്ചത് ഫോർച്യൂൺ അക്കാഡമി എനിക്ക് തന്ന സ്കോളർഷിപ്പാണ്. പിന്നെ ഫിനാൻഷ്യലി എനിക്ക് ഇത്രയും വലിയ ഫീസൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ഞാൻ ചിലപ്പോൾ നിർത്തി തിരിച്ചു പോയേനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിൽ ഒതുങ്ങി കൂടിയേനെ. പക്ഷേ നമ്മുടെ ആസ്പിറേഷൻ അനുസരിച്ച് നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ആസ്പിറേഷൻസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പിറേഷന് വേണ്ടിയിട്ട് കൂടെ നിന്നതും അതിനൊരു സ്കോളർഷിപ്പ് തന്ന് ഒരു ഫീസും ഇതുവരെ എന്നോട് വാങ്ങാതെ ടെസ്റ്റ് സീരീസ് ആണെങ്കിലും മെൻറ്റർഷിപ്പ് ആണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും എല്ലാം ഫ്രീ ആയിട്ട് തന്ന് എന്നെ ബിൽഡ് ചെയ്തെടുത്തത് ഫോർച്യൂണാണ്. അപ്പം ഞാനതിനെ കാണുന്നതിനാൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ IAS അക്കാഡമിക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അക്കാഡമി എന്ന് പറയുന്നത് കുറേ ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, ആ ഉദ്യോഗസ്ഥർ സമൂഹത്തേക്ക് ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അത് നമ്മൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ആ ഡെവലപ്മെൻറ്റ് ആ സൊസൈറ്റിക്കാണ് ലഭിക്കുന്നത്. അതുപോലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യലി ഒരുപാട് റിച്ച് അല്ലാത്ത ആൾക്കാർ, ഫിനാൻഷ്യലി എല്ലാം ഈ പറയുന്ന സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ ആസ്പിറേഷൻസിലേക്കും അവർക്ക് ആസ്പിറേഷൻസ് നേടാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയാണ് ഞാൻ ഫോർച്യൂണിലേക്ക് വരുന്നത്. അപ്പോൾ മുനി സാറും തോമസ് സാറൊക്കെ ആയിരുന്നു ആ സമയത്ത്, ശൈലേഷ് സാറൊക്കെ സ്കോളർഷിപ്പ് തന്ന് ഞങ്ങളിവിടെ സ്കോളർഷിപ്പ് ബാച്ചിൽ ഇവിടെ വന്നു. ഞാൻ മെയിൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഫിലിംസും മെയിൻസൊക്കെ എഴുതി
കുറച്ചും കൂടി ബെറ്ററായി കോമ്പറ്റീഷൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ തവണയും പൊട്ടുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇതെല്ലാം മീൻസ് അത് സത്യസന്ധമായിട്ട് തന്നെ പറയാം, നമുക്കിങ്ങനെ ഒരു അവസരം തന്നു, നമ്മളിങ്ങനെ എൻട്രി ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാരണം തന്നെ എന്നെ ഈ 3 വർഷവും, അപ്പോൾ അതായത് ആദ്യത്തെ 2 വർഷം കിട്ടാതെ വന്നപ്പോഴും സ്കോളർഷിപ്പ് ആദ്യം തന്നു, പഠിച്ചു, പിന്നെ സർവീസ് കിട്ടിയില്ല. ആ സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് വേറെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തു തന്നു. സ്കൂളിൽ ക്ലാസ് എടുക്കാൻ, ആദ്യം ചെറിയ രീതിയിൽ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ എന്നെ ക്ലാസ്സിലേക്ക് വിട്ടു. അപ്പോൾ ശരൺ ചേട്ടനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാജഗിരി കോളേജ്, എയ്സ് അക്കാഡമി, അങ്ങനെ അക്കാഡമിയിലും പഠിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ തന്നു. അപ്പോൾ അത് ഫിനാൻഷ്യലി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന, അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ടും തന്നു, അതുപോലെ തന്നെ പഠിക്കാനുള്ള എല്ലാ സപ്പോർട്ടും തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റി. അതുകൊണ്ടാണ് എനിക്ക് KS മീൻസ് സിവിൽ സർവീസിലേക്ക് എത്തി, പക്ഷേ ജസ്റ്റ് മിസ് ചെയ്തെങ്കിലും KS എത്താൻ പറ്റിയത് ഫോർച്യൂൺ ഉള്ളതുകൊണ്ടാണ്. അതിനകത്ത് എനിക്കൊരു ഡൗട്ടും ഇല്ല. അതെനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ഇന്ന് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഫീലുണ്ട്. കാരണം അവസാനം ഫൈനലി ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചല്ലോ. അതിനുവേണ്ടി ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്കും സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് എൻ്റെ മേഖല, എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഞാൻ സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വന്ന ഒരുപാട് ആൾക്കാർ അതിൽ എൻകറേജ് ആയി, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ കുറേ ആൾക്കാർ PSC UPSC സിവിൽ സർവീസിലെല്ലാം വരുന്നുണ്ട്, KS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഒരു മാർഗ്ഗദീപം തെളിയിക്കാൻ പറ്റി എന്നുള്ളതും അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റി എന്നുള്ളതും ഞാൻ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റി എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ മുമ്പിലേക്ക് വരാനത് സഹായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പാർട്ട്നേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന ഒരു ശീലം, അങ്ങനെ ഒരു ശീലം ജയനുണ്ടായിരുന്നു. ആരായിരുന്നു ഈ സ്റ്റഡി പാർട്ട്നേഴ്സ്? ഗ്രൂപ്പായിട്ട് പഠിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചാൽ മാത്രമേ കിട്ടൂ എന്നുള്ളത് ഒരു നിർബന്ധമല്ല. പക്ഷെ അങ്ങനെ ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ പല ബെനിഫിറ്റ്സ് നമുക്കുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് മൾട്ടിപ്പിൾ ആംഗിൾസിൽ നമുക്കൊരു ഡിസ്കഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ഈ പാനൽ ഡിസ്കഷനൊക്കെ ഒരുമിച്ചിരുന്ന് നോക്കുമ്പോൾ ഓരോ ആൾക്കാരുടെ ആംഗിൾ കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ച സമയത്ത് ഞാനും ശ്രീധന്യ, അശ്വിൻ, സുലാൽ, അർജുൻ, അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ആംഗിൾ കിട്ടും. ഇപ്പോൾ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കും, വേറൊരാൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. അപ്പോൾ മെയിൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ശ്രീധന്യ മെയിൻസ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രീധന്യ പറയും, എടാ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും ശ്രീധന്യയും അശ്വിനൊക്കെ ഇരുന്നത് ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളും കൂടി ചിന്തിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനും സുലാലും അർജുനൊക്കെ ആണെങ്കിലും അവർക്ക് പ്രിലിംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ ആംഗിൾ പറയും. പിന്നെ എസ്പെഷ്യലി ആനന്ദ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ആനന്ദിന് അറിയാം. ആനന്ദ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പിയർ ഗ്രൂപ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആംഗിൾസ് ഏത് രീതിയിൽ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കും. ബിന്ദു ചേച്ചിയൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഞാനും ആനന്ദ്, ബിന്ദു ചേച്ചി, സലിൻ, തോമസ്, അങ്ങനെ ഒരു കുറേ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും, ബിന്ദു ചേച്ചിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ് ഒക്കെ എഴുതുമ്പോൾ ഇരുന്ന് കറക്റ്റ് ചെയ്ത് തന്ന് തരുമായിരുന്നു നമുക്ക്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ആംഗിൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രീതി മാത്രമല്ല, പല ആൾക്കാരും പല രീതിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുകയും നമ്മുടെ പ്രസൻറ്റേഷൻ ബെറ്റർ ആവുകയും ചെയ്യും, നമ്മുടെ സ്റ്റഡി നന്നാവുകയും ചെയ്യും. കാരണം ചിലപ്പോൾ നമ്മൾ റോങ് രീതിയിലായിരിക്കും പോകുന്നത്, നമ്മൾ ആൻസർ ചെയ്യുന്ന രീതി ശരിയല്ലായിരിക്കും. ഇപ്പോൾ പ്രിലിംസൊക്കെ ചെയ്യണമെങ്കിൽ അർജുനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അർജുൻ അറിയാം എങ്ങനെയാണത് ആൻസർ ചെയ്യേണ്ടത്. ആനന്ദിനോട് സംസാരിക്കുമ്പോഴും അവർ ഓരോ രീതികളാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം നമ്മുടെ മോൾഡ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അതിനൊക്കെ പിയർ ഗ്രൂപ്പ് വളരെ നല്ലതാണ്. പിന്നെ ആൻസർ റൈറ്റിങ്ങിൽ കമ്പയർ ചെയ്യുന്നതിനും ആൻസർ റൈറ്റ് ചെയ്ത് എൻട്രി ചെയ്യുന്നതിനും ഡിസ്കസ് ചെയ്യുന്നതിനും അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. അതൊക്കെ നല്ലൊരു. അതുപോലെ കൂടെയുള്ള ഒരാൾ പഠിച്ച് വിജയിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കും അതുകൊണ്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും അല്ലേ? അത് വലിയ കോൺഫിഡൻസ് ആണ്. കാരണം ശ്രീധന്യെ നമുക്കൊരു പാത ഇട്ട് തന്നു, നമുക്ക് പറ്റും എന്ന് ഒരു കോൺഫിഡൻസ് തരാൻ ഒരാൾ മുമ്പിൽ പോയല്ലോ. അപ്പോൾ അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ്. കാരണം അവർ നമ്മളെ കൂടെ പഠിച്ച ഒരാൾ വിജയിച്ചു. അപ്പോൾ നമുക്കും കിട്ടുന്നൊരു കോൺഫിഡൻസ് അതാണ്, നമുക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അതൊരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ ആനന്ദാണെങ്കിലും നമ്മളോട് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പ്രിലിംസ് എഴുതുന്നു, മെയിൻസ് എഴുതുന്നു, ഇൻ്റർവ്യൂ. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്കും പറ്റും എന്നുള്ളതാണ് നമ്മൾക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നമ്മുടെ മുമ്പിൽ വിജയം നമുക്ക് കാണിച്ചെന്ന ആൾക്കാർ തന്നെയാണ് നമുക്കൊരു എൻകറേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ആനന്ദും ഫോർ സർവീസിൽ ജോയിൻ ചെയ്തു,
അപ്പോൾ ഇത്തരം ആൾക്കാരുടെ വിജയം എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പും എപ്പോഴും നല്ലതാണ്. പക്ഷെ ഗ്രൂപ്പ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എല്ലാവർക്കും, ഗ്രൂപ്പില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നമ്മളെ എൻട്രി ചെയ്യാനും അത് സഹായിക്കും. കേസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. ജയന് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? അതായത് നമ്മൾ ഞാൻ കുറേ തവണ തോറ്റതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ എക്സാമിനെ മനസ്സിലാക്കാത്തതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. കാരണം നമ്മൾ മനസ്സിലാക്കിയ കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് കൂടുതൽ പഠിക്കുന്നവർ സിവിൽ സർവീസ് കിട്ടും, അതൊക്കെ തെറ്റായ ധാരണയാണ്. എന്തു പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം, എത്ര നേരം പഠിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ പഠിക്കേണ്ട കാര്യം പഠിക്കാതെ വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വ്യക്തമായൊരു സിലബസ് ഉണ്ടാവും, ആ സിലബസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ആ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. ഇതാകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് KS ഫസ്റ്റ് വരികയാണ്, എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ രാജസ്ഥാൻ സിവിൽ സർവീസൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളത് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ മുമ്പിലൊരു KS ഉണ്ട്, അപ്പോൾ ആ KSൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ഇത്ര കാര്യം മാത്രമാണ് എനിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്. കാരണം സിവിൽ സർവീസിൻ്റെ സിലബസുമായി വളരെ ചേർന്ന് നിൽക്കുന്ന സിലബസാണ് KSൻ്റെത്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ്. അത് സെപ്പറേറ്റ് തന്നെ UPSC ആസ്പിരൻസ് അത് സെപ്പറേറ്റ് തന്നെ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക. പിന്നെ അരിത്തമെറ്റിക്കൽ റീസണിങ്ങും മെൻ്റൽ എബിലിറ്റിയും അതും കറക്റ്റായിട്ട് പഠിക്കുക. അത് നമ്മൾ CSATൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. PSC പഠിക്കുന്നവരിപ്പോൾ ആ രീതിയിലേക്ക് വരുന്നതുകൊണ്ട് അവരും സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം സിലബസിൽ എന്താണോ പറയുന്നത് അത് വ്യക്തമായി പഠിക്കുക. അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അത് ഞാൻ ചെയ്തത് അതാണ്. കാരണം നമ്മളിപ്പോൾ എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷ ഉണ്ടാവും. രാവിലെ പോയി പരീക്ഷ എഴുതിയിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ഈ പറയുന്ന എല്ലാം റിവിഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഓർമ്മിച്ചിരിക്കുന്ന 2-3 പോയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് മാർക്ക് കിട്ടുന്നത്. അതിനു വേണ്ടി ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പോൾ സിലബസ് നോക്കി വ്യക്തമായി പഠിക്കുക. അതിന് നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ബാക്കി ടോപ്പിക്സ് എല്ലാം NCERT പോലുള്ള നോർമൽ ടെക്സ്റ്റ് ബുക്ക്, പൊളിറ്റി, ലക്ഷ്മികാന്ത് അതൊക്കെ തന്നെയാണ് പഠിക്കേണ്ടത്. കേരളത്തിൻ്റെ ഏരിയ മാത്രം കേരള എക്കണോമി പഠിക്കാൻ വേണ്ടിയിട്ട് എക്കണോമിക് റിവ്യൂ മസ്റ്റായിട്ട് വായിക്കുക. അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അത് വളരെ ക്രിസ്പാക്കി വെക്കുക. അതുപോലെ കേരള കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റ് ഉണ്ട്, അതിനകത്ത് നോക്കിയതിന് ശേഷം ആ കൾച്ചറൽ ഏരിയ പഠിക്കുക. പിന്നെ കേരള റിനൈസൻസ് അത് വ്യക്തമായി പഠിക്കുക. എങ്ങനെയാണ് കേരളം ഡെവലപ്പ് ചെയ്ത് വന്നത്, റിനൈസൻസിനെ കുറിച്ച് പഠിക്കുക. കേരള ജോഗ്രഫി പഠിക്കുക. പിന്നെ കേരള ഹിസ്റ്ററി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത ഈ കാര്യങ്ങൾ കൂടി കുറച്ച് സ്ട്രെസ്സ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ UPSC ആസ്പിരൻസിന് ഈസി ആയിട്ട് KS നേടാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജയൻ ഒരു റൂറൽ ഏരിയയിൽ നിന്നാണല്ലോ വരുന്നത്. പക്ഷേ കേരളത്തിൽ പൊതുവെ അങ്ങനെ ഒരു റൂറൽ അർബൻ ഡിഫറൻസ് കാര്യമായി ഇല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ജയൻ അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? എനിക്ക് ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഭാരതദർശൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോയപ്പോൾ റൂറൽ ഈസ് റൂറൽ, അർബൻ ഈസ് അർബൻ, അത് നമുക്ക് അവിടെ പോകുമ്പോൾ നല്ല എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഇവിടെ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ലല്ലോ. ഫെസിലിറ്റീസ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ റൂറൽ അർബൻ ഡിവൈഡ് ഇല്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഇപ്പോൾ അല്ല, ഞാൻ 1 വർഷം മുമ്പുള്ള കാര്യം എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഫർമേഷൻ ഡിവൈഡ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ സിവിൽ സർവീസിലേക്ക് വരാൻ എനിക്കെടുത്ത ടൈം 25 വർഷമാണ്. പക്ഷേ അതേ സമയത്ത് സിവിൽ സർവീസ് കിട്ടാതിരുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ 4ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ 4ാം ക്ലാസ്സിലുള്ള പിള്ളേരിപ്പോൾ സിവിൽ സർവീസ് പഠിക്കുക. അത് സിറ്റിയിലൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ അത് പഠിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം റൂറൽ ഏരിയകളിൽ ഇപ്പോഴും എത്തിയിട്ടുണ്ടെന്ന് എനിക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വൈബ്രൻ്റ് ആണ്, ഇപ്പോഴും എത്തുന്നുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ ഡിവൈഡ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഫർമേഷൻ ഡിവൈഡ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന കോമ്പറ്റീഷനും ഇത്രത്തോളം ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും റൂറലിലേക്ക് അത്രത്തോളം എത്തുന്നില്ല. അതെത്തി വരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ ആ ഇൻഫർമേഷൻ ഡിവൈഡ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുമ്പോൾ അത് മാറും. അതിലൂടെ മുമ്പോട്ട് വരാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ഡിവൈഡ് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് കുറഞ്ഞു വരുന്നുണ്ട്. സാധാരണ റൂറൽ ഏരിയയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എസ്പെഷ്യലി ഇൻ്റർവ്യൂസിന് ഒരു കോൺഫിഡൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ജനറലി അത്ര എക്സ്പോസ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ നമ്മൾ തന്നെ അത്ര കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അതിനെല്ലാം ചാൻസ് കൂടുതലാണ്. ജയൻ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? അതുപോലെ IASൻ്റെയും KSൻ്റെയും ഇൻ്റർവ്യൂവിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക്കലി എനിക്കൊരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ മലയാളം മീഡിയം സ്കൂളിലെല്ലാം പഠിച്ചതുകൊണ്ടും ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചതുകൊണ്ടും ഇംഗ്ലീഷിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ സിവിൽ സർവീസ് പഠിച്ച് കുറേ നാളായപ്പോൾ അത് ബെറ്ററായി വന്നു. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ ഫോർച്യൂണിൽ ഒരുപാട് മോക്ക് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കോൺഫിഡൻസ് വരും. അതും ഓക്കെയാണ്. പക്ഷേ ബേസിക്കലി നമുക്ക് അത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഉണ്ടെന്ന് അറിയത്തില്ല. റൂറൽ ഏരിയ പഠിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നം തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
പക്ഷേ എനിക്ക് തോന്നിയത് അതൊരു ഫാക്ടർ മാത്രമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റായി അങ്ങനെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മലയാളികളാണ്, നമ്മുടെ മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫോറിൻ ലാംഗ്വേജാണ്. അത് ഉപയോഗിക്കുന്നത് അത് മനസ്സിലാകുന്ന ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ക് അല്ലാത്ത ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. ഒരു ഗ്രാമർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് വളരെ ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുമാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഗ്രാമറൊന്നും അപ്പോൾ അതെനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിന് എനിക്ക് തോന്നിയത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലും ഗുണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ വലിയ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് നമ്മളവരെ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും അവർ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നായിരിക്കും മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ വളർന്ന സിറ്റുവേഷനിൽ ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ചെറിയ പ്രായം മുതലേ റബ്ബർ ടാപ്പിംഗ് മുതൽ തേനെടുക്കാൻ പോകുന്ന രീതിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, അത് കിണർ വെട്ടാൻ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം അക്യൂർ ചെയ്ത ഒരു ലൈഫ് ലേണിങ്സ് എനിക്കുണ്ട്. അതെനിക്കൊരു നല്ല കോൺഫിഡൻസ് ആണ്. കാരണം എപ്പോഴും ഞാനത് ഇപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും കിട്ടിയ ഒരാളിൽ നിന്ന് എന്നെ ഡിഫറൻസ് ആക്കുന്നത് ഈ ലൈഫ് ലേണിംഗ് ആണ്. ചിലപ്പോൾ സാഹചര്യം മോശമായതുകൊണ്ട് കിട്ടിയായിരിക്കും, പക്ഷേ അതൊരു അഡ്വാൻറ്റേജ് ആണ്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ലല്ലോ. ഇപ്പോൾ എൻ്റെ സാഹചര്യം മോശമായതുകൊണ്ട് എനിക്ക് കിട്ടി, ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും വളർന്നതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് സാധിക്കും. ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓടിയിട്ടുണ്ട് പണ്ട്. അപ്പോൾ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടുമ്പോൾ ഞാൻ ഓട്ടോ കാണുമ്പോൾ എനിക്കറിയാം അവരുടെ അവസ്ഥ എന്താണ്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പണ്ട് പോസ്റ്റ്മാനായിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ പോസ്റ്റ്മാനെ കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ പണ്ട് റബ്ബർ ടാപ്പിംഗ് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഡെയിലി വേജ് വർക്കർ നമ്മളെ ഓഫീസിൽ വരുമ്പോൾ എന്താണ് അവൻ്റെ ഒരു ജോലി ഒരു ദിവസം കളഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളത് എനിക്ക് ഈസിയായിട്ട് മനസ്സിലാവും. എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. കാര്യം എൻ്റെ അച്ഛനും ഇതുപോലെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയിട്ടുണ്ട്. ആ ഒരു ദിവസത്തെ ജോലി പോയി കഴിഞ്ഞാൽ നമുക്കാണ് അത് ബാധിക്കുന്നത്. അതുപോലെ ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. എൻ്റെ ഒരു ജോലി കളഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ കാണാൻ 5 മിനിറ്റോ 2 മിനിറ്റോ ആവശ്യം വരും. അതിനുവേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരാളെ കാണുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം ലൈഫ് ലേണിങ്സ് ആണ് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അതെനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം ഞാൻ ആൻസർ പറഞ്ഞു. ഇപ്പോൾ നാട്ടിൽ തന്നെ ഈ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്കർ ബാൻ ചെയ്യണോ എന്നുള്ളൊരു ചോദിച്ചു. മീൻസ് ആൽക്കഹോള് പ്രശ്നമാണല്ലോ, അത് ബാൻ ചെയ്യുന്നില്ലല്ലോ, അത് ബാൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു ഡിപ്ലോമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്വസ്റ്റ്യനാണ് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻകം കുറേ ഡിപ്പെൻഡൻ്റ് അതിലാണല്ലോ. ബാൻ ചെയ്യണമെന്ന് പറയാൻ പാടില്ലല്ലോ. ഫുള്ളി ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അത് വ്യാജമായിട്ട് മദ്യം ഉണ്ടാക്കും, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകും. അപ്പോൾ പൂർണ്ണമായി ബാൻ ചെയ്താലും പ്രശ്നമാണ്, അല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഇപ്പം മദ്യം കിട്ടാതിരിക്കുമ്പോൾ നാട്ടിലേക്ക് എന്ത് ചെയ്യും? ആൾക്കാർ വേറെ വാങ്ങിച്ചിട്ട് ഇതാവും. അത് ചിലപ്പോൾ നല്ല വ്യാജമദ്യമാവാം, ദുരന്തം. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ എന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചു കേസിനകത്ത്. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞത് നമുക്ക് ബാൻ ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. നമുക്കിപ്പോൾ നാളെ തന്നെ ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സോഷ്യൽ പരമായിട്ട് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആൾക്കാർ പുതിയ വേസ് കണ്ടെത്താൻ ശ്രമിക്കും. ഇപ്പോൾ അതിന് തന്നെ വേറൊരു രീതിയിൽ ഞാൻ കാണുന്നത്, ആൽക്കഹോളില്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ഡ്രഗിലേക്ക് പോകും. 1. 2, ഇപ്പോൾ കിട്ടുന്ന മദ്യം ഇല്ലെങ്കിൽ അവർ വ്യാജമായി മദ്യം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരു സോഷ്യൽ ന്യൂസൻസിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ലിക്കറിനെ ബാൻ ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു ഇതല്ല. പിന്നെ മാത്രമല്ല അതിനോടൊപ്പം നമ്മുടെ ഇൻകത്തിന് അത് ഡിപ്പെൻഡൻ്റ് ആണ്. സോ നമ്മളത് അവെയർനെസ് കൊടുത്ത് അതിൻ്റെ ഡിപ്പെൻഡൻസി മാറ്റി ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കി ആ ഒരു രീതിയിൽ വേണം നമ്മളതിനെ മാറ്റാൻ. അല്ലാതെ സഡനായിട്ട് ബാൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ആൻസർ പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്ക് തോന്നിയത് നമുക്ക് മനസ്സിലാക്കിയ ഒരു ലൈഫ് ലേണിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. നമ്മളൊരു ബുക്കിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്യണം അല്ലെങ്കിൽ ബാൻ ചെയ്യണ്ട എന്തെങ്കിലും ഒരു ആൻസർ പറയും. പക്ഷേ ഇത് അങ്ങനെ ഒരു സഡൻ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ ലൈബ്രറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രന്ഥശാലകൾ ഇപ്പോൾ ഒന്നും കാണാനില്ലല്ലോ. പക്ഷേ നാട്ടിലെ ഗ്രന്ഥശാലകളിൽ യൂത്ത് ക്ലബ്ബുണ്ട്, സയൻസ് ക്ലബ്ബുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കും. ഞാനിപ്പോൾ PSC പഠിക്കുമ്പോൾ ആ ഗ്രന്ഥശാലയിലാണ് കുറേ വരുന്ന ആൾക്കാർക്ക് ഈ സമയത്ത് വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് PSC പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഒരു ലേണിങ്സ് അല്ലേ. നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നു, ഒരു ഇൻഡേക്ക് നമ്മൾ കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. ആ ഒരു സ്കില്ലൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ എംപവർമെൻറ്റ്, വുമൺ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ ഡേ ആചരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അവയർനെസ് കിട്ടുന്നു. അത്തരം ആക്ടിവിറ്റീസ് എല്ലാം ഇങ്ങനെ ഗ്രന്ഥശാലകൾ മുഖാന്തരം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ലൈഫ് ലേണിങ്സിൽ കിട്ടുന്ന. അപ്പോൾ ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ലൈഫിൽ നിന്നുള്ള കുറേ എക്സ്പീരിയൻസ് പറയാൻ പറ്റും. അപ്പോൾ അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അത് 2 ഇൻ്റർവ്യൂവിലും ഞാൻ അത്തരം ചോദ്യങ്ങൾ എനിക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ മോക്ക് ഇൻ്റർവ്യൂവിലും ഇവിടെ ഫോർച്യൂണിലും മോക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും മുൻ സാറും ശരേ സാറൊക്കെ പറയുന്നുണ്ട്, ആൻ്റൺ സാറേ തന്നെ പറഞ്ഞിട്ടുണ്ട്,
ആ ലൈഫ് വരുന്നുണ്ട്. കാരണം ഞാൻ കണ്ട ലൈഫ് അതാണ്. എനിക്ക് പുറത്തെ ലൈഫിനേക്കാളും കൂടുതൽ ഞാൻ അനുഭവിച്ച ലൈഫ് പറയാനാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാണല്ലോ നമ്മൾ ആത്മാർത്ഥമായി സംസാരിക്കുമ്പോൾ അതാണല്ലോ പറയേണ്ടത്. ജയൻ അത്യാവശ്യം കാട്ടി പോയിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഭാരത് ദർശൻ്റെ ഭാഗമായിട്ടും കേരള ദർശൻ്റെ ഭാഗമായിട്ടും ഒക്കെ വീണ്ടും നമ്മൾ കാട്ടിൽ പോയി കാണും. അപ്പോൾ കാടുമായിട്ടുള്ള ജയൻ്റെ ഒരു ബന്ധം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ജനിച്ചത് മുതൽ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ വന്യമൃഗശല്യവും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ റിയാലിറ്റി പറയും. പക്ഷേ അത് ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് ഒഫീഷ്യൽസ് ആവും. കാരണം എനിക്കിപ്പോൾ രണ്ട് രീതി എനിക്കതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും നമ്മുടെ വന്യജീവി സംഘർഷം ഉണ്ടല്ലോ, മനുഷ്യനും വന്യജീവിയായിട്ടുള്ള, ആ സംസാരിക്കാൻ എനിക്ക് രണ്ട് ഭാഗത്തുനിന്ന് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഓഫീസറാണ്. അപ്പോൾ ഓഫീസർ ലെവലിൽ എങ്ങനെ ചിന്തിക്കാമെന്ന് എനിക്കറിയാം. അതുപോലെ ഞാൻ അവിടുത്തെ നാട്ടുകാരനായിട്ട് രീതിയിൽ എങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം ഈ രണ്ട് രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നല്ല പോളിസീസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാട്ടിൻ്റെ തൊട്ടടുത്തുള്ളതുകൊണ്ടും നമ്മൾ എന്തെങ്കിലും വിതച്ച് കഴിഞ്ഞാൽ അതൊന്ന് നശിപ്പിക്കുന്നതെല്ലാം കാണാനും കഴിയുന്നുണ്ട്. പിന്നെ ആ രീതിയിൽ നമുക്ക് അതൊക്കെ ഒരു ലൈഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും പോളിസിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പറ്റും. അതുപോലെ തന്നെ വനത്തിനകത്തിപ്പോൾ ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും കാട് കാണിച്ച് എന്നെ എക്സൈറ്റ് ചെയ്യാൻ എൻ്റെ കൂട്ടുകാർ ശ്രമിക്കാറുണ്ട്. പക്ഷേ കാട്ടിനകത്ത് കിടന്ന എന്നെ എന്ത് എക്സൈറ്റ്, കാരണം അഗസ്ത്യമല എന്ന് പറഞ്ഞ ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞത് അത്രയും പ്രിസ്റ്റൈൻ ഫോറസ്റ്റാണ്. അവിടെ ആണ് ഞാൻ വളർന്നത്. അപ്പോൾ അവിടെ കാണുന്ന കാടിൻ്റെ ആ വന്യതയും ആ ഫീലും വേറെ ഒരു കാടിനകത്ത് ഞാൻ പോയിട്ട് കണ്ടില്ല. അപ്പോൾ അതൊരു നമുക്ക് ലൈഫിൽ തന്നെ നമ്മളറിയാതെ തന്നെ കിട്ടിയ ഒരു ഫീലാണ്. അവിടെ ഞാൻ പണ്ട് ഇങ്ങനെ അച്ഛന് റബ്ബർ ടാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഈ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇല പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ലല്ലോ. അപ്പോൾ പുതിയ ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ ജോലിയും ചെയ്യും അച്ഛൻ. അതിൻ്റെ കൂടെ അച്ഛൻ എന്ത് ജോലി ചെയ്യുമോ അതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഞാൻ പോകും. അപ്പം ഞാൻ അങ്ങനെ അതെല്ലാം ഓരോന്നായിട്ട് ലേൺ ചെയ്തു. അപ്പം തേനെടുക്കാൻ പോകുന്നതും തേന് മരത്തിൽ കയറി എങ്ങനെ തേനെടുക്കുന്നു, തേനെടുത്തിട്ട് എങ്ങനെയാണ് അത് ശേഖരിക്കുന്നതെല്ലാം പഠിച്ചു. അപ്പോൾ തേനെടുക്കുന്ന അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ ആരും കാണാത്ത ഇതുവരെയും രുചിച്ച് നോക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എനിക്കത് പറ്റിയിട്ടുണ്ട്. ഈ പൂമ്പൊടിയൊക്കെ ഇരുന്ന തേന് അതൊക്കെ ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്. അത് ഇപ്പോഴും ആർക്കും കിട്ടും, അതൊന്നും ആർക്കും കിട്ടത്തില്ലല്ലോ. അതൊക്കെ എൻ്റെ ഒരു അവസ്ഥയായിരുന്നെങ്കിലും അതെനിക്ക് തോന്നുന്നത് അത് നല്ലൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ അതൊക്കെ കിട്ടുമ്പോഴേ അത് ഞാനിപ്പോൾ പലപ്പോഴും പോകുമ്പോഴേ തേനിങ്ങനെ 2-3 ഇങ്ങനെ വെച്ചിരിക്കും. അപ്പം ഒറിജിനൽ തേനാണ് വാങ്ങിക്കൂ എന്ന് പറയും. അപ്പം ഒരു ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും തേന് ഒറിജിനലാണോ അല്ലയോ എന്ന്. കാരണം വനത്തിൽ എടുക്കുന്ന തേന് അവിടുത്തെ പൂമ്പൊടിയും അവിടുത്തെ മരുത് അങ്ങനെയുള്ള തേക്ക് അങ്ങനെയുള്ള മരത്തിൽ നിന്ന് എടുക്കുന്ന തേനും പുറത്ത് റബ്ബറിൽ നിന്ന് എടുക്കുന്ന തേനും പുറത്തെ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന തേനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ വിസ്കോസ് അതിൻ്റെ ഈ തിക്നെസ്സിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പുറത്തുള്ളവർക്ക് ഇത് അറിയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഞാൻ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ വെറുതെ ടേസ്റ്റ് ചെയ്താൽ അപ്പോൾ ഒറിജിനലാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ഒറിജിനലാണെന്ന് പറയും വെറുതെ. അപ്പോൾ ഞാൻ പറയും വെറുതെ എന്തിനാണ്, ഒറിജിനലല്ല. കാരണം നമുക്കറിയാമല്ലോ നമ്മളിതായിരുന്നല്ലോ ജോലി. അപ്പോൾ ഇത് ചെറിയ തേനെന്താണ്, വലിയ തേനെന്താണ്, അതിൻ്റെ കളർ എന്താണ്, പൂമ്പൊടി എന്താണ്, ഇതൊക്കെ അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെങ്കിൽ പോലും അതൊരു ലൈഫ് ലേണിംഗ് ആണ്. അത് വേറെ ആർക്കും കിട്ടാത്തൊരു അവസരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ വണ്ടി ഉള്ളതുകൊണ്ടും നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ലല്ലോ. പക്ഷേ അവർക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ അവിടെ ആളില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. അതുപോലെ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണിയും കിട്ടും. അപ്പോൾ അത് നമുക്കൊരു ഇൻകമാണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പം കൂടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ചോദിക്കും, മോനെ നിനക്ക് ഓട്ടോറിക്ഷ ഓടേണ്ട ആവശ്യമുണ്ടോ, നീ പഠിച്ചൂടെ? നമ്മൾ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്, പക്ഷെ നമ്മുടെ ആ അവസ്ഥയാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് ഇപ്പം തട്ടിൻ്റെ പണിയൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പോകുമ്പോഴേ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ അവരെന്തൊക്കെ ആ വെയിലത്ത് നിന്ന് എങ്ങനെയാണോ ജോലി ചെയ്യുന്നതെന്നുള്ള ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യും നമുക്ക്. കാരണം ഞാനും അത് പോയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യാം. ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതേ, നമ്മളൊരു എയർഫോഴ്സ് ഓഫീസർ, നേരത്തുള്ള എയർഫോഴ്സ് ഓഫീസർ, ഞാൻ പുള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല. എൻ്റെ ഓഫീസിൽ വന്ന് പുള്ളി പുറത്തിരിക്കുകയായിരുന്നു. അപ്പം പുള്ളി കുറേ നേരം പുറത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചു, സാർ എന്തിനാണ് പുറത്ത് നിൽക്കുന്നത്, എന്താ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയുടെ കുറച്ച് ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ആരും സംസാരിച്ചില്ല. അപ്പോൾ ഞാനത് വിളിച്ചിട്ട് കൺസേൺഡ് ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ചെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസറിനെ കാണുന്നതെന്ന്. ഞാൻ സത്യം പറയാൻ ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. പുള്ളിയോട് നന്നായിട്ട് സംസാരിച്ചു. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിച്ചതാണ് പുള്ളിക്ക് ഏറ്റവും വലിയ. എനിക്കത് ഭയങ്കരമായിട്ട്, ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു, കാരണം എനിക്കത് ഭയങ്കര മോട്ടിവേഷൻ തന്നു. കാരണം പുള്ളി പറഞ്ഞത് നന്നായിട്ട് സംസാരിച്ച ഒരാൾ, കാരണം അവരുടെ പ്രശ്നങ്ങൾ ഫുള്ള് കേട്ടു, അതിനെ ഇൻവോൾവ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷം. ഇതെല്ലാം കിട്ടുന്നത്
പഠിച്ചു വന്ന ആ ലൈഫ് ലേണിങ്ങിൽ നിന്നാണ്. നേരത്തെ ഈ തേൻ എടുക്കാൻ പോകുമ്പോഴേ ഇത് വന്ന് കുത്തില്ലേ? ഇല്ല, അത് തേനെന്ന് പറഞ്ഞാൽ രണ്ട് ഇതുണ്ട്. വലിയ തേനീച്ചയുണ്ട്, ചെറിയ തേനീച്ചയുണ്ട്. ചെറിയ തേനീച്ച പാവങ്ങളാണ്, അവരൊന്നും ചെയ്യത്തില്ല. അവരിങ്ങനെ മരത്തിലും ഈ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് കറുത്ത പാടൊക്കെ കാണും. അത് തേനീച്ച കൂട് വെച്ചിരിക്കുന്ന. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്രമിക്കും അത്, പക്ഷേ അതിന് കുത്താൻ പറ്റത്തില്ല. കുത്താൻ അത്ര ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ. അത് നമുക്ക് പെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത്, പക്ഷെ വലിയ തേനീച്ചയാണെങ്കിൽ നമ്മളെ കുത്തും. അത് അങ്ങനെ കുത്തിയൊരു കഥയുണ്ട്. ഞാൻ സ്കൂളിൽ ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന് പഴയൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഈ ജോലി ചെയ്യുന്ന സമയത്ത് അച്ഛൻ വിറക് ശേഖരിച്ചുകൊണ്ട് വന്നൊരു സൈക്കിളുണ്ട്. ആ സൈക്കിളിൻ്റെ പഞ്ചായത്തിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഉണ്ട് പണ്ട്. അപ്പോൾ ആ സൈക്കിളിൽ ഇതുപോലെ ഞാൻ ഈ ഓലഷെറ്റിൻ്റെ പുറകിൽ കൊണ്ടാണ് വച്ചത്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ചാരി വെച്ചിട്ട് വന്നപ്പോൾ അവിടെ കടന്തലുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഈ കടന്തലെല്ലാം കൂടി എന്നെ ഫുള്ള് കടിച്ചു. ഞാനിതും കൊണ്ട് നേരെ ക്ലാസ്സിൽ കയറി. ക്ലാസ്സിൽ കയറിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാം ഓട്ടിച്ചിട്ട് കടിച്ചു. അങ്ങനെ സാറിൻ്റെ മുഖമെല്ലാം ഇത്ര വലുതായി. അങ്ങനെ 2 ദിവസം സാറ് വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്കിതിൻ്റെ മരുന്നറിയാം. ഇപ്പോൾ കുറേ ഗരുഡപ്പച്ചി അങ്ങനത്തെ കുറേ പച്ചിലകളുണ്ട്. അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുറയും. അല്ലെങ്കിൽ 2-3 ദിവസം എടുക്കും ഇത്. അപ്പോൾ ഇത് അവർക്കറിയാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴും സാറിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ ഞാൻ സാറിന് അത് കൊണ്ടു കൊടുത്തു. അങ്ങനെ അതാണ് ഒരു എക്സ്പീരിയൻസ്. ആ സാറിൻ്റെ സിസ്റ്ററിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സമയത്ത് ഞാനിപ്പം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ജയൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകളോട് കൂടുതൽ സംസാരിക്കുമായിരുന്നു. കോട്ടൂർ ആനകേന്ദ്രത്തിൽ വരുന്നവരോട്, ടൂറിസ്റ്റുകളോട് ജയൻ തന്നെ അങ്ങോട്ട് പോയി വോളണ്ടിയർ ചെയ്ത് സംസാരിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ജയൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണം, ആ ഒരു തീക്ഷ്ണത, അത് എവിടെ നിന്ന് വരുന്നു എന്നാണ് ജയന് തോന്നുന്നത്? അല്ല, അത് ഒന്നാമത്തെ കാര്യം ലൈഫിൽ അനുഭവിക്കാനുള്ളത് ഏകദേശം നന്നായിട്ട് അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. വളർന്ന സാഹചര്യം മുതൽ എനിക്ക് വലിയ നല്ല ഈ സ്കൂബിയുടെ ബഹവോ അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊന്നും എനിക്ക്, എൻ്റെ സാഹചര്യം അതായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയത് ഒരു ചെറിയൊരു അവസരം കിട്ടും, ആ അവസരം യൂസ് ചെയ്യുക. കാരണം നമുക്ക് ലൈഫിലും അതേ കിട്ടിയിട്ടുള്ളൂ. ലൈഫിൽ എല്ലാ ഫെസിലിറ്റീസും കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ചെറിയ ഇപ്പോൾ അച്ഛന് പറ്റുന്ന രീതിയിൽ ഒരു കാര്യം വാങ്ങിച്ചു തരും. അതിൽ നമ്മൾ അത് വെച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കുക. അല്ലാതെ വലിയത് കിട്ടിയാലേ ഞാനിത് ചെയ്യത്തുള്ളൂ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എനിക്കതേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മോൾഡിങ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റൂറൽ ഏരിയയിലായതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, മീൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും ഇൻഫർമേഷൻ്റെയും. പക്ഷേ അവിടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടെത്തിക്കൂടെ? ഈ ലൈഫ് ലേണിങ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് റൂറൽ ഏരിയയിൽ നിന്നാണ്. ആ അഡ്വാൻറ്റേജ് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസാണ്. എനിക്ക് ആരോട് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആനന്ദ് സാർ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് നമ്മുടെ ഒരു പ്രശ്നമാണ്. ഇപ്പം എസ്പെഷ്യലി റൂറൽ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ പഠിച്ച സമയത്തൊക്കെ എനിക്കുണ്ട്, അതുണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു ടൂറിസ്റ്റ് സെൻ്ററുണ്ട്, ആ ഒരു എലിഫൻറ്റ് റിഹാബിലിറ്റേഷൻ സെൻ്റർ എൻ്റെ വീടിൻ്റെ അടുത്താണ്. സമയം കിട്ടുന്ന സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരും. അവർക്ക് നമ്മളറിയത്തില്ല, നമുക്ക് അവരെ അറിയത്തില്ല. നമ്മൾ എന്ത് തെറ്റ് പറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് എന്തെങ്കിലും നമുക്ക് സംസാരിക്കുമെങ്കിൽ നമ്മളിപ്പോൾ എന്താ തെറ്റുമെന്ന് പേടിച്ചിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങളെന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കാത്തത്. ഇത് നമ്മളെക്കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരാളെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും നല്ല നമ്മൾ മലയാളികൾ നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ ആ ഗ്രാമർ തെറ്റല്ലേ എന്ന് ചോദിക്കുന്നത്. ഇത് അങ്ങനത്തെ പ്രശ്നമല്ല. ഇത് റഷ്യയിൽ നിന്ന് വരുന്നവർക്ക് അവർക്കും ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് അറിയാത്തുള്ളൂ. ചൈനയിൽ നിന്ന് വരുന്നവർക്ക് ചെറിയ രീതിയിൽ ഇംഗ്ലീഷ്. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് അവരുടെ ഇംഗ്ലീഷ് ഓക്കെ ആയി. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ടോ. അങ്ങനെ ഞാൻ ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയൊരു അവസരം, എനിക്ക് തോന്നിയത് കിട്ടുന്ന അവസരം, വീട്ടിൽ പോകുന്ന അവസരം അവിടെ സ്പെൻഡ് ചെയ്യുക. അത് 2 രീതിയിൽ ഗുണം ചെയ്യാം. ഒന്ന്, അവിടെ ഗൈഡായിട്ട് നമുക്ക് അവരെ സഹായിക്കാം. ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യും. അവിടെ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. പണ്ട് വനത്തിനകത്ത് പോയി വിറക് ശേഖരിച്ച് ജീവിച്ച ഒരു ഫാമിലിയിലെ ഒരാളാണ്. അപ്പോൾ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് വരും. അപ്പോൾ അത് നമുക്കെന്തെങ്കിലും, നമ്മൾ കുറച്ച് പഠിച്ചതല്ലേ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ അവരുമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവർ 4 പേരോട് വേറെ 4 പേര് പറയും അവിടെ നല്ല രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്, പറഞ്ഞുതരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഹെൽപ്പ് കൊടുക്കാം. 1. 2, അതിൽ നിന്ന് വലിയൊരു ലേണിംഗ് തിരിച്ചു കിട്ടത്തില്ലേ. നമുക്ക് ഡിഫറെൻറ്റ് കൾച്ചറായിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവും, നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ആവും, അവർ അപ്രിസിയേഷൻ തരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, UK നിന്ന് ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ പോയിട്ട് എനിക്ക് ഇമെയിലൊക്കെ അയച്ചു, എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു, നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ എന്തുവിശ്വാസവും ആറ്റിറ്റ്യൂഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അയച്ചപ്പോൾ ഞാനൊന്നും ചെയ്തെന്ന്, ഞാൻ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അവർ പറയുന്നത് അവരോട് ആരും സംസാരിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്കൊരു കിട്ടുന്ന അവസരമാണത്. അത് ഏത് അവസരമാണെങ്കിലും അത് ഉപയോഗിക്കുക എന്നുള്ളതുള്ളൂ. ആ അവസരത്തിൽ ചിലപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയും, ചില അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല.
അത് പക്ഷേ എന്താണെങ്കിലും അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു ജയൻ ഒരു പോസിറ്റിവിറ്റിയുടെ നിറകുടമാണ്. അതായത് ഇത്രയും അറിവും തിരിച്ചറിവും കൊണ്ട് ജയൻ ഒരു വളരെ നല്ല KS ഓഫീസറായി മാറും അല്ലേ. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒത്തിരി ഡെവലപ്മെൻറ്റിൽ സപ്പോർട്ട് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ അഹെഡ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഫോർച്യൂണിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റി തന്നെ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം. കാരണം ഞാൻ എവിടെ നിന്നാണോ എന്നെ സിവിൽ സർവീസിലേക്ക് കൈപിടിച്ച് കയറ്റിയത് അവിടെ തന്നെ തിരിച്ചു വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അത് നമ്മളെ വീട്ടിൽ പോയിരുന്ന് നമ്മളെ വളർത്തിയ അച്ഛനമ്മയോട് നമ്മൾ സംസാരിക്കാം, നമുക്ക് KS കിട്ടി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഫീല് ഫോർച്യൂണിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടും. കാരണം ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചതാണ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു നല്ലൊരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ആൻഡ് സാർ എന്നോട് സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ലൈഫ് ലേണിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ജയൻ ഇതുപോലെ ഒരു ദിവസം നമുക്ക് സംസാരിക്കണ്ടേ എന്നൊക്കെ എന്നോട് ഒരു ദിവസം ചോദിച്ചെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമ്പോൾ പേഴ്സണലി നല്ല ഫീലാണ്. പക്ഷേ അതുമാത്രമല്ല, KSലേക്ക് വന്നതുകൊണ്ട് എനിക്ക് കേരള കേഡർ ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ് നമുക്ക് IASലേക്ക് പോകാനുള്ള വലിയൊരു അവസരമുണ്ട്. കേരള കേഡർ IAS ആവാം. പിന്നെ അതുപോലെ തന്നെ KSൽ ഒരുപാട് പോസ്റ്റിലേക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ, അണ്ടർ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ, ഇതുപോലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് പോയി IAS പോലെ പോയിട്ട് അവിടെ ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മേഖലയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ആ അവസരങ്ങൾ കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കൂടിയാണ്. ആ സർവീസിലേക്ക് എത്താൻ എനിക്ക് വലിയൊരു സഹായം ലഭിച്ചതും ഫോർച്യൂണിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് താങ്ക് യു സോ മച്ച്. Fortune IAS Academy, more than just an academy.